അപ്പൊ നബിതകളെ മദ്ഹ് പറയലല്ല പ്രശ്നം. പക്ഷേ മദ്ഹ് എന്ന വ്യാജേന നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കുറെ പാട്ടും ബെയ്ത്തുമുണ്ട്. സറഫ് അനാം എന്നും മങ്കൂസ് എന്നും ജാല മുഹമ്മദ് എന്നും ബർസൻജി എന്നും ഒക്കെ പേരിട്ടുകൊണ്ട് വ്യത്യസ്തമായ പേരുകൾ പലരും ഇറക്കുമതി ചെയ്തത്. പലതും ആരാ ഉണ്ടാക്കിയത് അറിയില്ല, ആരാ എഴുതിയത് അറിയില്ല, പലരും അതിൽ കൃത്യമായ ഗ്രന്ഥകർത്താക്കളില്ല. ഈ ശബ്ദം കേൾക്കുന്ന നാട്ടുകാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് പള്ളിയിൽ പോയി ഉസ്താദ് ചോദിക്കുക, ഉസ്താദ് ഇത് എൻ്റെ വീട്ടിലെ മൗലിദ് കിതാബാണ്. നിങ്ങളുടെ വീട്ടിൽ മൗലിദ് കിതാബ് ഉണ്ടെങ്കിൽ ആ മൗലിദ് കിതാബുമായി ചെല്ലുക. ഉസ്താദ് ഈ മൗലിദ് കിതാബിൽ കാണുന്ന ഇത്ര മൗലിദുകൾ ഉണ്ട്. സാധാരണ ചെറിയ മൗലിദ് കിതാബാണെങ്കിൽ ഒരു 10, 15, 20 മൗലിദ് ഉണ്ടാവും. കുറച്ചുകൂടി വലുതാണെങ്കിൽ 35, 40 മൗലിദ് ഉണ്ടാവും. അതിലും വലുതാണെങ്കിൽ ഒരു 50, 60 മൗലിദുകൾ ഒരു കിതാബിൽ ഉണ്ടാവും. വക കൂടുന്നതിനനുസരിച്ച് ഈ മൗലിദിന്റെ എണ്ണം കൂടും. ഈ മൗലിദിന്റെ ആ ഇൻഡെക്സ് ഇങ്ങനെ നോക്കുക. സൈദിൽ ഇങ്ങനെ സുബ്ഹാന മൗലിദ് ഉണ്ട്, ബർസൻജി മൗലിദ് ഉണ്ട്, ജാല മുഹമ്മദ് ഉണ്ട്, മങ്കൂസ് ഉണ്ട്, ഷറഫ് അനാം ഉണ്ട്, തൊറഫുൽ ആലം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മൗലിദുകൾ കാണുന്ന ഉസ്താദേ, ഇതൊക്കെ ആരാണ് തയ്യാറാക്കിയത്? ഈ ഓരോ മൗലിദും ആരാ രചിച്ചത് എന്ന് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അതോടെ ഓനോട് വഹാബിയാക്കും. അതുണ്ടാക്കുക. ഇന്നൊക്കെ അങ്ങനെയാണ് വഹാബിയാക്കിയിട്ടുള്ളത്. ഞാൻ വഹാബി ഒന്നും അല്ലായിരുന്നില്ലേ. ഇനിയിപ്പോൾ വഹാബി എന്ന് പറഞ്ഞാൽ മോശമല്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ശരി, മോശമാണെങ്കിലും അല്ലെങ്കിലും മുസ്ലിം എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. വഹാബി എന്ന് തന്നെ വിളിച്ചാൽ ഒരു സങ്കടമില്ല, സന്തോഷം തന്നെ ഉള്ളൂ. ഇനി മുജാഹിദ് എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്ത് വിളിച്ചാലും സുന്നിന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. സമസ്തക്കാരനല്ല കേട്ടോ, സമസ്തക്കാരൻ തന്നെ വിളിക്കല്ലേ. അപ്പോൾ ഇങ്ങനെ ചോദിച്ച് ചെന്നാൽ ഇതിൻ്റെ ബാക്കി കേൾക്കുക സഹോദരന്മാരെ. ഞാൻ ഇടപെടുന്നു. അത് കഴിഞ്ഞ് നീണ്ടൊരു വീഡിയോ ആണ്. അതിൻ്റെ ഫുള്ളൊന്നും നമുക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. കുറച്ച് ഭാഗം ഇതിൻ്റെ കുറച്ചുകൂടി കേൾപ്പിക്കാം. നമ്മൾ പറയാൻ പോകുന്നത് റബീഉൽ അവൽ മാസത്തിൽ മൗലൂദുകൾ ഓതുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ്. ഇപ്പോൾ ഇന്നാണ് ഇവിടെ പള്ളിയിലൊക്കെ കേട്ടത്. മൗലൂദുകൾ തുടങ്ങിയിട്ടുണ്ട് പള്ളിയിൽ. മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇശാ നിസ്കാരം വരെ പൂര മൗലൂദാ. പട്ടാണി കുതിരവട്ടന്മാരിയാണ്. ഒരു സരവരസം ഇല്ലാത്ത മൗലൂദാണ്. ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നു 3 മസ്ജിദുകൾ, അതായത് വരുന്ന വഴിക്ക്, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വേറെ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ, ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഉള്ള പിറ്റേ ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പല മസ്ജിദുകളിലും അത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ വീഡിയോ എടുക്കാനോ മറ്റൊന്നും നിന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് പണ്ടേ ഇല്ല. എൻ്റെ ഒരു വീഡിയോ എടുക്കുക, എന്നിട്ട് അത് വിമർശിക്കാൻ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യാറില്ല. ആരെങ്കിലുമൊക്കെ വീഡിയോ അയച്ചു തരികയോ സോഷ്യൽ മീഡിയയിൽ കാണുകയോ ചെയ്യുമ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു കാര്യമൊന്നും കാണിക്കാത്തത്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തിൻ്റെ മകൻ അബ്ദുൽ ഹക്കീം അസരി പറഞ്ഞു, നിങ്ങൾ ബാങ്ക് കൊടുക്കാൻ മാത്രം അത് ഉപയോഗിച്ചാൽ മതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൂപ്പര് പറഞ്ഞൊന്നും ഇവർ ഒരു വലിയും നല്ല ഒരു പുല്ല് വലിയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തോട്ടെ, ഓലെ നബിദിനം എന്തോട്ടെ. പക്ഷേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ മൗലൂദ് കേൾക്കാൻ പോകുന്ന ആളുകളില്ലേ, ആ ആളുകൾ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട. ഇവിടെ ഫൈസൽ മൗലവി പറഞ്ഞ ആ കാര്യങ്ങളുണ്ടല്ലോ, അത് ഏതെങ്കിലും ഉസ്താദിനോട് ചോദിച്ചാൽ ഇജ്ജ് പേച്ച് പോയിക്കൊണ്ടിച്ച് വഹാബി ആയിക്കൊണ്ടെന്നേ പറയുള്ളൂ. സത്യം പറഞ്ഞു തരില്ല. കാരണം ഓലിക്കുതറിയില്ല. ഓലിക്കിത് എന്താണ് പരിചയം? ഓല് ജനിച്ചപ്പോൾ ഓലെ വാപ്പിയും ഉസ്താമാരും ഇങ്ങനെ ഈ മുട്ടിപ്പായി ഈ സാധനം ചെല്ലുന്നുണ്ട്, മലത്തി വെക്കും. തലക്കിനുമേ വെള്ളത്തുണി ഇട്ടിട്ട് ഇങ്ങനെ മലത്തി വെച്ചിട്ട് പിന്നെ അങ്ങനെ ഇരുന്നിട്ട് ആടിപ്പാടിയിട്ട് ഇതിങ്ങനെ ചെല്ലുന്നുണ്ട്. അത് കണ്ടിട്ടുള്ള പരിചയം. അവർ വിചാരം സമ്പൂർണ്ണ സത്യമാണെന്നുള്ള തച്ചം നുണയാണെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കിയാലും ഓല അത് വിടൂല. കാരണം എന്താ, അപ്പോഴത്തിന് ഓല ഉപജീവന മാർഗതായിട്ടുണ്ടാവും. ഓല ഉപജീവന മാർഗത്തിന് എന്തിനാ ചങ്ങായിമാരെ നിങ്ങളെ ആഹാരം കളഞ്ഞു കുളിക്കുന്നത്, നിങ്ങളുടെ ദുനിയാവ് കളഞ്ഞു കുളിക്കുന്നത്? ദുനിയാവ് എടുത്ത് കൊടുക്കണ്ട, നല്ലവണ്ണം തിന്നാൻ കൊടുക്കണ്ടല്ലോ. തിന്നാൻ കൊടുക്കണേനല്ല, ഇതിൻ്റെ പേരിലാവുമ്പോഴാണ്. അപ്പോൾ പ്രിയമുള്ളവരോട് പറയുവാനുള്ളത്, റബീഉൽ അവൽ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് കുറേ ആളുകൾ പലതരത്തിലുള്ള കോപ്രായങ്ങളുമായിട്ട് വരുമ്പോൾ അതല്ല സത്യമെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മൗലൂദ്, നബിദിനാഘോഷം, അതുപോലെയുള്ള ബിദ്അത്തായ കാര്യങ്ങൾ, ഇതിനൊന്നും ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. ഇല്ലാത്ത കാര്യമാണെങ്കിലും ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു ചങ്ങായിമാരങ്ങളെ മതം, ഏതാണ് നിങ്ങളുടെ വിശ്വാസം, എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, എന്താണ് നിങ്ങളുടെ വിശ്വാസ പ്രമാണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് വഹാബിയാണ്, അല്ലെങ്കിൽ മുജാഹിദാണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. എന്തുകൊണ്ട്? ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. വലിയ വീഡിയോ ആണ്. കുറച്ച് അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാവുന്ന വിധത്തിൽ കട്ടുമുറിച്ചൊന്നും പറയേണ്ട, ആവശ്യത്തിന് ഉള്ള ഭാഗം ഇതിൻ്റെ ബാക്കിയിൽ ചേർക്കുന്നുണ്ട്. കേൾക്കുക, മനസ്സിലാക്കുക, സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിന് അള്ളാൻ്റെ സഹായം ഉണ്ടാവുന്നുണ്ട്, മുസ്ലിയാക്കന്മാരുടെ സഹായമല്ല. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോയുടെ ബാക്കിയിലേക്ക്. മങ്കൂസ് മൗലീദ്
സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു എന്നാണ് പരിഭാഷക്കാർ പോലും എഴുതി വെച്ചത്. നമ്മൾ ഉസ്താദുമാരൊക്കെ പറയും അത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആണ്. ആണോ എന്ന് ഉറപ്പിച്ചു ചോദിച്ചാലോ അങ്ങനെയാണ് കേൾക്കുന്നത്. കാര്യം അങ്ങനെ കേട്ടിട്ടുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ കിതാബിന്റെ മുഴുവൻ പേര് നമുക്ക് ലഭ്യമാണ്. സൈനുദ്ദീൻ മഖ്ദൂമിനെ കുറിച്ച് എത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടു, അദ്ദേഹത്തിന്റെ രചനകളെല്ലാം അതിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ കിതാബ് ഏതൊക്കെയാണ്, എല്ലാം ഇന്ന് ലഭ്യമാണ്, അതെല്ലാം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇന്ന് ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും സൈനുദ്ദീൻ മഖ്ദൂമിന്റെ രചനകൾ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ മങ്കൂസ് മൗലിദി എന്ന ഒരു രചന കാണുമോ? ഇല്ല. മങ്കൂസ് മൗലിദിന് ഒരുപാട് ഉസ്താദുമാര് പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. ആ ഏതെങ്കിലും പരിഭാഷത്ത് നോക്കി അതിലൊക്കെ കാണുന്നത് സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞ് കേട്ട് പോന്ന ഒരു കഥ മാത്രമാണ്, അല്ല സ്ഥാപിക്കപ്പെട്ട തെളിയിക്കപ്പെട്ട കാര്യമല്ല. പിന്നെ പറയും അത് ഇബ്നുൽ ജൗസിയുടെ മൗലിദിൽ നിങ്ങൾ ചുരുക്കിണ്ടാക്കിയതാണ്, അതുകൊണ്ട് ആ മങ്കൂസ് വെറുതെ പറയാം. മൻകൂസ് എന്ന ഷോർട്ട് അർത്ഥം ശരിയാണ്, അർത്ഥം തന്നെയാണ്. അത് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പണ്ട് കിതാബ് മൗലിദ് എഴുതിയിട്ടുണ്ട്. അൽ അറൂസ് എന്ന പേരിൽ, അല്ലെങ്കിൽ സുബ്ഹാന മൗലിദ് എന്ന പേരിൽ അതിന് ഷോർട്ടാക്കിയതാണ്, അതുകൊണ്ട് ആ മങ്കൂസ്. എന്നാൽ ഇബ്നുൽ ജൗസിയുടെ ആ മൗലിദ് വായിച്ചു നോക്കിയാലോ അതും ഇതും യാതൊരു ബന്ധമില്ല. അതിലുള്ളത് എന്താ? അത് മൗലിദ് കിതാബേ അല്ല. അതിന് മൗലിദ് എന്ന പേരുണ്ട് എന്നല്ലാതെ അത് ഇബ്നുൽ ജൗസി ചെയ്തതെന്താ? നബിതങ്ങളുടെ ചരിത്രം പറയാണ്. നബിതങ്ങളുടെ ജന്മവും നബിതങ്ങളുടെ ശൈശവകാലവും നബിതങ്ങൾ വളർന്നതും നബിതങ്ങൾക്ക് വഹി കിട്ടിയതും നബിയായതും അങ്ങനെ തുടങ്ങി നബിതങ്ങൾ വഫാത്താകുന്നവരെയുള്ള നബി ചരിത്രമാണ് അവിടെ. അതും നമ്മളെ മൗലിദും യാതൊരു ബന്ധമില്ല. അതിലേക്ക് വെച്ച് ചേർക്കുക, അതിന്റെ ഷോർട്ടാണ്, അതുകൊണ്ട് ആ മങ്കൂസ് എന്ന പേര് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇങ്ങനെ മിക്കവാറും മൗലിദുകളിൽ ആരാണ് രചയിതാവ് എന്ന് പോലും അറിയാത്ത വിധം വ്യാജമായി ആരൊക്കെയോ കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിച്ച ചില പദ്യങ്ങൾ മാത്രമാണ് ഈ മൗലിദുകൾ. അതിൽ മദ്ഹില്ല എന്നല്ല, ചില മദ്ഹൊക്കെ ഉണ്ട്. ചില മദ്ഹൊക്കെ ചിലതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യവുമാണ്. മങ്കൂസുകൾ മുഴുവൻ കളവാന്നൊന്നുമില്ല. പക്ഷേ മങ്കൂസ് മൗലിദ് എടുത്താലും സലഫുലാം എടുത്താലും മഹാഭൂരിപക്ഷം വരുന്ന അതിൽ പറയുന്ന സംഭവങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് ഒരു സംശയം വേണ്ട. നമ്മളൊന്ന് ആത്മാർത്ഥമായി ഒന്ന് അന്വേഷിച്ചാൽ മതി. മുജാഹിദീങ്ങളെ വയതൊന്നും കേൾക്കണം, ഉസ്താദിനത്ത് പോകുക, ഉസ്താദിനെ പെരേക്ക് വിളിക്കാം. മൗലിദിനെ വിളിക്കുക. ഉസ്താദിന്റെ വീട്ടിൽ മൗലിദ് നിങ്ങൾ വരണമെന്നറിയാം, വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു ഉസ്താദിനെ മാത്രം വിളിക്കുക, ഒരേ ഉസ്താദിനെ വിളിക്കരുത്, അപ്പൊ വാശി കൂടും. ഒരു ഉസ്താദിനെ മാത്രം വിളിക്കുക, എല്ലാ ബഹുമാനും ആദ്യം നിലനിർത്തുക. ഉസ്താദ് ഇക്കൊല്ലം മൗലിദ് നമുക്ക് അർത്ഥം വെച്ചുകൊണ്ട് പോകാന്ന് പറയാം. ഉസ്താദിന് പല അർത്ഥം അറിയുന്ന ഉറപ്പാണല്ലോ. നിങ്ങൾ തലക്കൽ ഇങ്ങനെ ഓതുക, ഒരു വരി വായിക്കുക, അർത്ഥം പറയാ, അടുത്ത വരി വായിക്കുക, അർത്ഥം പറയാ. അങ്ങനെ അർത്ഥം പറഞ്ഞുകൊണ്ടുള്ള ഒരു മൗലിദ് നമ്മൾ സംഘടിപ്പിച്ചോക്കാണ്. ഒരു ഉസ്താദ് മാത്രം ഉണ്ടാകാവൂ. 4-5 ആളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിയ്യത്ത് മാറും. അപ്പൊ അത് വേണ്ട. ഒരാളെ വിളിച്ചോളി, സ്വസ്ഥമായി നിങ്ങളെ പരീക്ക് വിളിച്ചോടുന്ന് നല്ല ഭക്ഷണം കൊടുക്കുക, ഇനി പൈസയും കൊടുത്തോളി, കുഴപ്പമൊന്നുമില്ല, ഒരു സ്വതക്കായിട്ട് കൂട്ടിയാൽ മതി. എന്നിട്ട് ഒന്ന് അർത്ഥം വെപ്പിക്കാം. നിങ്ങൾ വരിക, അറബിയിൽ ഓതി നിങ്ങൾ പോവുക, അവിടെ ഇപ്പൊ എനിക്കൊന്നും മനസ്സിലാണില്ല, ഇതിന് അർത്ഥം അറിയാൻ വേണ്ടിയാണ്, ഒന്ന് മനസ്സിലാക്കി ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാസ് ഉണ്ടാവുമല്ലോ, അതിനു വേണ്ടിയാന്ന് പറഞ്ഞോളി. അങ്ങനെ അർത്ഥം വെപ്പിക്ക്. മങ്കൂസ് മൗലിദിൽ പറഞ്ഞ കഥകളിൽ മഹാഭൂരിപക്ഷവും യാതൊരു അടിസ്ഥാനവുമില്ല. ആര് പറഞ്ഞു എന്നറിയില്ല, എവിടുന്ന് കിട്ടി എന്നറിയില്ല. എന്നാലോ അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, മലക്കുകൾ പറഞ്ഞു എന്നാണ് അതെല്ലാം പറയുന്നതാലും. അല്ലാഹ് പറഞ്ഞൊരു കാര്യം നമ്മൾ പറയണമെങ്കിൽ എത്ര ഉറപ്പ് വേണം? ഒരു കാര്യം അല്ലാഹ് പറഞ്ഞു എന്ന് പറയാൻ എത്ര ബോധ്യം വേണം? നബിതങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ എത്ര ബോധ്യം വേണം? അല്ലാതെ പറയാൻ പറ്റുമോ? അല്ലാഹ് റസൂല് പറഞ്ഞു വരുമ്പോൾ ചെറിയ കാര്യമില്ലല്ലോ. നബിതങ്ങൾ വഹിയില്ലാതെ പറയില്ല. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ അതിനർത്ഥം അല്ലാഹ് വഹിയായി അറിയിച്ചു കൊടുത്തുവെന്നാണ്. അതെങ്ങാൻ നബിതങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണെങ്കിലോ? അല്ലാഹ് കൊടുക്കാത്തൊരു വഹി നമ്മളെ വക സ്ഥാപിക്കലായി മാറിയവിടെ. ഇതിനേക്കാളും വലിയ ദുൽമ്, അതിനേക്കാളും വലിയ അന്യായം മറ്റെന്താണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നിലക്കുള്ള ഒരു പഠനത്തിനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അങ്ങനെ മറച്ചു നോക്കുമ്പോൾ സറഫനാം എടുത്താലും അതേപോലെ മങ്കൂസ് എടുത്താലും ഒക്കെ അവയൊക്കെയുള്ള മഹാഭൂരിപക്ഷ സംഗതികളും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്ന് കാണാൻ കഴിയും. മങ്കൂസ് നമ്മൾ തുടങ്ങി നോക്കി, അതായാലും റബീഉൽ കടക്കാൻ പോവുകയാണ്. അതിൽ തുടങ്ങുന്നത് എന്താ? സുബ്ഹാനല്ലദീ അത്ല ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയ്യിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഇതാണ് തുടക്കം. എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലദീ അത്ല ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയ്യിൽ ഹുദാ. റബീഉൽ അവ്വൽ മാസത്തില് നബിതങ്ങളാകുന്ന ചന്ദ്രനെ ഉദിപ്പിച്ച അല്ലാഹു തആല അവിടെ എത്ര പരിശുദ്ധനാണ്. അൽഹംദുലില്ലാഹ്, ആയിക്കോട്ടെ, കുഴപ്പമില്ല. നബിതങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ ആണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. അത് 100% സ്ഥാപിക്കപ്പെട്ട ചരിത്രമൊന്നുമല്ല. റബീഉൽ അവ്വൽ ആണ് എന്നും റബീഉൽ ആഖിറാണ് എന്നും റമദാനിലാണ് എന്നും ഒരു അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. മൗലിദ് കിതാബിൽ തന്നെ ഉണ്ട്. മൗലിദ് കിതാബിൽ തന്നെയുണ്ട്
ബർസഞ്ചി മൗലിദിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാം നബി ജനിച്ച ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ബർസഞ്ചി മൗലിദ് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ നബിതങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയൊന്നുമല്ല മൗലിദ് കിതാബ് പോലും ചെയ്യുന്നത്. അതിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. എന്നാലും ഒരു മഹാഭൂരിപക്ഷം പറഞ്ഞ അഭിപ്രായം നബിതങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെയാണ് എന്ന് തന്നെയാണ്. ആയിക്കോട്ടെ, ഞാൻ മറ്റേക്ക് പോകണമെന്നില്ല. എന്നിട്ട് അത് ഓക്കെ, അത് നമുക്ക് ആ വരി നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അതിന്റെ ആ വരിയുടെ ബാക്കി പകുതി എന്താ? ലോകത്തെ സൃഷ്ടിക്കും മുമ്പ് ആ നബിതങ്ങളെ പ്രകാശം ഉണ്ടാക്കി അല്ലാഹു തആല അവൻ എത്ര പരിശുദ്ധനാണ്. ലോകം പടക്കും മുമ്പ് പ്രകാശത്തെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കി എന്ന് അല്ലാഹു പറഞ്ഞാൽ, റസൂല് പറഞ്ഞാൽ സമിഅനാ വ അത്വഅനാ, പിന്നെ വർത്താനല്ല. ലോകത്തല്ല ആദ്യം പഠിച്ചത് നബിയുടെ നൂറാണ് എന്ന് ഉണ്ടെങ്കിൽ അത് നമ്മെ അറിയിക്കേണ്ടത് ആരാ? ഒന്ന് പടച്ച റബ്ബാണ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അല്ലാഹു റസൂലോ പറഞ്ഞിട്ടില്ല നബി പ്രകാശമാണ് ആദ്യമായി പടക്കപ്പെട്ടത് എന്ന്. പറഞ്ഞുവെന്ന് പറയുന്ന ചില ഹദീസ് ഉണ്ട്, പക്ഷെ സ്ഥിരപ്പെട്ട ഹദീസല്ല, സ്വഹീഹായ ഹദീസല്ല. ഹദീസ് പണ്ഡിതന്മാർ നബിതങ്ങളിലേക്ക് ചേർത്ത് സ്ഥാപിച്ച ഹദീസല്ല, ദുർബലമാണ്, ദഈഫാണ് എന്ന് പണ്ഡിതന്മാർ പൊതുവെ പറഞ്ഞു വെച്ച ഒരു റിപ്പോർട്ടിലാണ് ഉള്ളത് ആദ്യമായി പഠിച്ച നൂറാണ് എന്നുള്ളത്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നബിയോട് ചോദിച്ചുവെന്നാണ് ആ ഹദീസിലുള്ളത്, നബിയെ നിങ്ങൾ ആദ്യമായി അല്ലാഹു പഠിച്ചത് എന്താണ്? അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു അത്രേ, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു തആല നൂറ നബിയിക യാ ജാബിർ, അല്ലയോ ജാബിർ, നിന്റെ നബിയുടെ പ്രകാശമാണ് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു എന്ന് അതിലുള്ളത്. അതാവട്ടെ സ്ഥിരപ്പെട്ട ഹദീസല്ല. നബി ഞങ്ങൾ പറഞ്ഞുവെന്ന് മുസ്ലിം ലോകം അംഗീകരിച്ച ഹദീസല്ല. അത് പിൽക്കാലത്ത് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന് പോലും വിമർശിക്കപ്പെട്ട ഹദീസാണ്. അതുകൊണ്ട് തന്നെ അതിലാണ് ആകെ വന്നത് ഈ കഥ. പക്ഷെ നമ്മളോ മങ്കൂസ് എടുത്താല് ആദ്യം ഓതുന്ന വരിയിലാണ് ഇത് പറയുന്നത്, ഒന്നാമത്തെ വരി തന്നെ. റബീഉൽ അവ്വൽ മാസം ഉസ്താദ്മാര് വന്ന് അൽഫാത്തിഹ വിളിച്ച് മങ്കൂസ് മറച്ചു വെച്ച് ഓതുന്ന ഒന്നാമത്തെ വരിയിൽ പറഞ്ഞ സ്ഥിരപ്പെടാത്ത കാര്യമാണ് വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. ലോകത്തെ പടക്കും മുമ്പ് ആ പ്രകാശത്തെ അല്ലാഹു തആല ഉണ്ടാക്കി. എന്നിട്ടോ പിന്നെ പറയാ വസമ്മാഹു മുഹമ്മദാ, ആ പ്രകാശത്തിന് അല്ലാഹു മുഹമ്മദ് എന്ന് പേരിട്ടു. അല്ലാഹു പേരിട്ട ആ പ്രകാശത്തിന് മുഹമ്മദ് എന്ന് പേരിട്ടിരിക്കുന്നു എന്നാണ് പിന്നെ പറഞ്ഞത്. വഅഖ്റജഹു ഫി ആഖിരിസ് സമാനി കമാ ഖദ്ദറ വഅബ്ദാ. അത് ശരിയാണ്, അല്ലാഹു തആല കണക്കാക്കിയത് പ്രകാരം ആഖിറുസ് സമാനിലാണ് ആ നബി അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അത് അംഗീകരിക്കാം. നബി അവസാനത്തെ നബിയാണ്, ആഖിറുസ് സമാനിലാണ് വന്നത്, അത് ശരിയാണ്. പിന്നെ നബിയുടെ മഹത്വം, നബിയുടെ സൗന്ദര്യം പറയുന്നു. നബിതങ്ങൾക്ക് വല്ലാത്ത സൗന്ദര്യമായിരുന്നു, ശരിയാണ്, സത്യമാണ്, വല്ലാത്ത സൗന്ദര്യമായിരുന്നു നബിതങ്ങൾക്ക്. സ്വഹാബിമാർ പറയുന്നുണ്ട്, നബിയേക്കാൾ സുന്ദരനായ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല, നബിയുടെ കയ്യിനേക്കാൾ സോഫ്റ്റ് ആയ ഒരു കൈ ഞാൻ സ്പർശിച്ചിട്ടില്ല എന്നൊക്കെ സ്വഹാബിമാർ പറഞ്ഞത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. മാത്രമല്ല ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം ഭ്രമിപ്പിച്ചു കളയുന്ന മുഖത്തോടു കൂടിയാണ് നബിതങ്ങൾ ജനിച്ചത്. അതും ഒരു സാഹിത്യ പ്രയോഗമാണ്, നമുക്ക് അംഗീകരിക്കാം. പിന്നെയോ അലാഹു വല്ലദീ തവസ്സല ബിഹി ആദം, അലാ അറിയണേ, ഹുവല്ലദീ തവസ്സല ബിഹി ആദം, ഈ നബിയെ കൊണ്ടാണ് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലാക്കിയത്. സുബ്ഹാനല്ലാഹ്. ഉണ്ട് അല്ലാഹു പറഞ്ഞാൽ അംഗീകരിക്കാം, റസൂൽ പറഞ്ഞാൽ അംഗീകരിക്കാം. പക്ഷെ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നബി പറഞ്ഞ ഹദീസിൽ വേണം, അല്ലാഹു പറഞ്ഞ ഖുർആനിൽ വേണം, അത് രണ്ടുമില്ല. അപ്പൊ ഇത് വ്യാജമാണ്. പിന്നെ എവിടുന്നത് ഉണ്ടായത്? ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഷിയാക്കൾ പറയുന്നു ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തവസ്സല ബിഖംസിൻ, ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 പേരെ കൊണ്ട് തവസ്സുലാക്കി, 5 ആളെ കൊണ്ട് തവസ്സുലാക്കി. ആര് 5 ആള്? 1 മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഫാത്തിമ, 3 അലി, 4 ഹസൻ, 5 ഹുസൈൻ. ഈ 5 പേരെ കൊണ്ടാണ് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലാക്കിയത് എന്ന് ഷിയാക്കൾ അന്നും ഇന്നും വിശ്വസിക്കുന്നു. മൗലിദ് കിതാബിലും കാണാം ആശയം. ഷിയാക്കൾ വ്യാപകമായി പാടുന്ന ആശയമാണത്. എനിക്ക് 5 പേരുണ്ട്, ആ 5 ആളെ കൊണ്ടാണ് എല്ലാ ബുദ്ധിമുട്ടും, എല്ലാ പകർച്ചവ്യാധിയും എല്ലാം ഒഴിവാവുക. വബാഇന്റെ പ്ലാഗിന്റെ ആ തീ പോലും തണുപ്പിക്കാൻ ഈ 5 പേര് മതിയാണ്.
ഒന്ന് അൽ മുസ്തഫ വൽ മുർത്തള വബനാഹുമാ വഫാത്തിമ. ആരാ 5 പേര്? അൽ മുസ്തഫ ഒന്ന് മുസ്തഫായ നബിയാണ്, വൽ മുർത്തള മുർത്തളായ അലിയുമാണ്, വബനാഹുമാ അവരുടെ 2 മക്കളുമാണ്, വഫാത്തിമ ഫാത്തിമയുമാണ്. അപ്പൊ ഹസൻ ഹുസൈൻ അലി ഫാത്തിമ മുഹമ്മദ് നബി, ഈ 5 പേരാണ് ഷിയാക്കൾ എല്ലാത്തിനെയും അസ്ലായി കാണുന്നത്. ഈ 5 പേരെ കൊണ്ട് ആദം നബി ഇസ്ലാം തവസ്സലാക്കിയെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. ഇവിടെയോ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സലാക്കിയെന്ന് ഇവിടെ പറയുന്നു. ഈ ഫാത്തിമ മൗലിദിലേക്ക് പോയാൽ കാണും, 5 ആളും കാണാൻ പറ്റും. ഫാത്തിമ മൗലിദിലേക്ക് പോയാൽ അവിടെ 5 പേരെ കൊണ്ട് തവസ്സലാക്കിയെന്ന കഥ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹ് പറഞ്ഞാൽ റസൂല് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് അംഗീകരിക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷെ ഇല്ല. അപ്പൊ മങ്കൂസ് മൗലിദിലെ 1-ാമത്തെ ആ പേജ് വായിക്കുമ്പോൾ തന്നെ ഇതാണ് കഥ. പിന്നെ പറയാം മുഹമ്മദ് നബിയുടെ പിതാവായതിൽ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനം കൊണ്ടു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അടുത്ത വാക്യം നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബിയോട് ഇസ്തിഗാസ ചെയ്തു. സുബ്ഹാനല്ലാഹ്. നൂഹ് നബി മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്തു. ഫനജാ മിനർ റദാ. അങ്ങനെയാണ് ആ വലിയ ആ ഒരു നാശത്തിൽ നിന്ന് നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടത്. ഏത്? മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്തിട്ടാണ് രക്ഷപ്പെട്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂഹ് എന്ന ഒരു അധ്യായം തന്നെയുണ്ട്. ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ നൂഹ് നബിയുടെ ചരിത്രം പറഞ്ഞു. നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പലുണ്ടാക്കിയതും അതിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളും എല്ലാം അല്ലാഹ് പഠിപ്പിച്ചില്ലേ? വെള്ളപ്പൊക്കം വന്നത് എല്ലാം ഖുർആനിൽ വെള്ളം ഉത്ഭവിച്ചത് പോലും അല്ലാഹ് പറഞ്ഞു. വഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകിയത് അല്ലാഹ് ഖുർആനിൽ പ്രയോഗം ഉണ്ടാക്കി. അത്ര വരെ അല്ലാഹ് എടുത്തു പറഞ്ഞു. അത് നമ്മുടെ നാട്ടിൽ ഉസ്താദ് പറഞ്ഞത് അവിടെ തന്നൂർ എന്ന് പറഞ്ഞാൽ താനൂർ എന്നാണ്. അപ്പൊ എന്താണ് ചങ്ങായി കണ്ടുപിടിച്ചത്? അപ്പൊ താനൂര് ഖുർആനിലുണ്ട്, താനൂരിനാണ് വെള്ളപ്പൊക്കം തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് വലിയൊരാൾ ഗവേഷണം ചെയ്തിട്ട് ഒരു പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത്ര വരെ പറഞ്ഞ അല്ലാഹു തആല എവിടെങ്കിലും സ്ഥലത്തില്ല മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്ത് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ആരോ പിൽക്കാലത്ത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. ഇനി റബീഉൽ അവ്വൽ കഴിഞ്ഞ് റബീഉൽ ആഖിർ പോയാലോ നൂഹ് നബി ഇസ്ലാം രക്ഷപ്പെട്ടത് മുഹീദ്ദീൻ ശൈഖിനെ കൊണ്ടാണെന്ന് അവിടെ പറയാം. മങ്കൂസ് ഓതുമ്പോ നബിയോട് ഇസ്തിഗാസ ചെയ്തിട്ടാണ് രക്ഷപ്പെട്ടത്. റബീഉൽ ആഖിർ ആയാൽ പിന്നെ ഇത് കഴിഞ്ഞു. അവിടെ മുഹീദ്ദീൻ ശൈഖിന്റെ പേര് ജീലാനി ദിനമാണ് റബീഉൽ ആഖിർ 11 എന്ന് പറയാം. ആ റബീഉൽ ആഖിർ വരുമ്പോ ജീലാനിയുടെ പാട്ട്, ജീലാനിയുടെ മദ്ഹ്, ജീലാനിയുടെ പേരിലെ മാല, മൗലിദ്, റാത്തീബ്, കുത്തുബിയത്ത്, ഇതാ റബീഉൽ ആഖിർ. അപ്പൊ കാണാം ജീലാനിയെ കൊണ്ടാണ് നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടത് എന്ന്. കുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനതി ബിഹാറൻ വതുഫാനൻ അലാ കഫി ഖുദ്റതി. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞുവെന്നാണ് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ പാടുന്നത്. കുന്തു മഅ നൂഹിൻ, ഞാൻ നൂഹ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ബിഅലാ സഫീനതി, ആ കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു. ബിഹാറൻ വതുഫാന, സമുദ്ര സമാനമായി വെള്ളപ്പൊക്കം വന്നപ്പോൾ ആ കപ്പലിൽ ഞാനുണ്ട്. അന്ന് അലാ കഫി ഖുദ്റതി, എന്റെ കുതിരത്താകുന്ന കയ്യിലൂടെയാണ് ആ കപ്പൽ സഞ്ചരിച്ചത്. മുഹീദ്ദീൻ ശൈഖിന്റെ കുതിരത്താകുന്ന കയ്യ്, അതിലൂടെയാണ് കപ്പൽ സഞ്ചരിച്ചത്. ആ കപ്പൽ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നുവെന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞുവെന്ന് റബീഉൽ ആഖിറിൽ നമ്മുടെ നാട്ടിൽ ഉസ്താദ്മാർ ഓതാൻ പോവുകയാണ്. ഇവിടെ പറഞ്ഞതോ വസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ. കഴിഞ്ഞില്ല. അടുത്ത കളമെന്താ? അടുത്ത കളവ് വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ ഫആദ വസഹബുഹാ ഫആദ വസറ ലഹബുഹാ മുഹ്മദാ. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീയിലേക്ക് ഇട്ടപ്പോൾ ആ മുതുകിൽ നബി തങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഈ പ്രകാശമായിക്കൊണ്ട്. മറ്റു സ്വാഭാവികമായി വേണമെങ്കിൽ പറയാം വാപ്പാന്റെ മുതുകിലാണ് മക്കളുടെ അസ്ലി എന്ന ആ പ്രയോഗപ്രകാരം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. നബി മാത്രമല്ലല്ലോ, അത് ഇബ്രാഹിം നബിന്റെ പരമ്പരയിൽ വന്ന എല്ലാ മനുഷ്യന്മാരുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതല്ല, ഇത് നബി തങ്ങളുടെ പ്രകാശം ആ മുതുകിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫആദ വസറ ലഹബുഹാ മുഹ്മദാ. ആ പ്രകാശം ഉണ്ടായത് കൊണ്ടാണ് ആ തീ അത് കെട്ട് അടങ്ങിപ്പോയത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതോ കുല്ലായ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം വഅറാദു ബിഹി കൈദാ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. നാം പറഞ്ഞു തീയിനോട് നീ തണുപ്പായി മാറണം, രക്ഷയായി മാറണം എന്ന് അല്ലാഹ് കൽപ്പിച്ചുവെന്ന് വിശുദ്ധ ഖുർആനിൽ. മങ്കൂസ് വഴി പറയാ നബിപ്രകാശം മുതുകിൽ ഉണ്ടായത് കൊണ്ടാണ് ആ തീ തണുത്തു പോയത്. റബീഉൽ ആഖിറിലേക്ക് പോയാലോ മുഹീദ്ദീൻ ശൈഖ് ഉണ്ടായത് കൊണ്ട് ആ തീ തണുത്തതിനാ.
വകുന്തു മഅ ഇബ്രാഹീമ മുൽഖൻ ബിനാരിഹി വമാ ബറദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. മുൽഖൻ ബിനാരിഹി, തീയിലേക്ക് എറിയപ്പെടുമ്പോൾ വകുന്തു മഅ ഇബ്രാഹീമ, ഇബ്രാഹിമിന്റെ കൂടെ ഞാനുണ്ട്. വമാ ബറദൻ നീറാനു ഇല്ലാ ബിദഅവതി, ഞാൻ ദുആ ചെയ്തുകൊണ്ടല്ലാതെ ആ തീ തണുത്തു പോയിട്ടില്ല. എന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ തീ തണുത്തത് എന്ന് മൊഹീദി ശൈഖിന്റെ പേരിൽ റബീഉൽ ആഖിർ മാസത്തിൽ പാടാൻ പോവുകയാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ഓരോ പേജെടുത്താലും വ്യത്യസ്തമായ കഥകളാണ്. പ്രധാനമായും 3 കാര്യമാണ് മൗലിദിൽ അബദ്ധമായി കാണുക. ഒന്ന്, അടിസ്ഥാനമില്ലാത്ത കഥകൾ. ആര് പറഞ്ഞു എന്നറിയില്ല, എവിടുന്ന് കിട്ടിയെന്നറിയില്ല. അത്തരം ഒരുപാട് കഥകൾ അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, മലക്ക് പറഞ്ഞു, മഹാന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിവിടുന്ന ഒരുപാട് കഥകൾ. ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ എവിടുന്ന് കിട്ടി വെച്ചാൽ ആർക്കൊന്നും പറയാൻ കഴിയില്ല. മങ്കൂസ് മൗലിദിന് മാത്രമല്ല 50 കളവ് നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും. എന്റെ പ്രസംഗം തന്നെ മങ്കൂസ് മൗലിദിന് 50 കളവുകൾ എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിന് ഒരു പശ്ചാത്തലമുണ്ട്. പട്ടാമ്പി വല്ലപ്പുഴയില് ഈ മൗലിദുമായി ബന്ധപ്പെട്ടൊരു ഒരു ചർച്ചകളൊക്കെ നടന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ വന്ന് അനബി സഖാഫി പ്രസംഗിച്ചു ഈ മൗലിദിനെ മൊത്തം ന്യായീകരിക്കാൻ വേണ്ടി. അപ്പൊ അന്നവിടെ ഞാൻ പറഞ്ഞു, മങ്കൂസ് മൗലിദിന് ധാരാളം കളവുണ്ട്, ഒരു 300ഓളം കളവ് മങ്കൂസ് മൗലിദിനുണ്ട് എന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചു. പിന്നെ അവിടെ മറുപടിക്കുന്ന അനബി സഖാഫി പറഞ്ഞു, ആ 300 കളവ് തെളിയിക്കണം എന്നാണ്. ആയിക്കോട്ടെ, തെളിയിക്കാം. അങ്ങനെ 1-ാം ഘട്ടം നിലയ്ക്ക് 50 കളവ് എണ്ണി പണെടുത്തതാ. എണ്ണിയാണ് പറഞ്ഞതാ, 1, 2, 3 എണ്ണിയിട്ട് 50 ഞാൻ അവിടെ പറഞ്ഞതാ. ഈ 50 നിങ്ങൾ വിശദീകരണം പറയും, അപ്പൊ അടുത്ത 50 പിന്നെ തരാം. ഒന്നുകിൽ കളവാ സമ്മതിക്കാം, അല്ലെങ്കിൽ ശരിയാണ് സ്ഥാപിക്കാം. അത് നിങ്ങൾ പറയൂ, അപ്പൊ അതിന്റെ ബാക്കി പറയാം. ആ പ്രസംഗമാണ് യൂട്യൂബിൽ കിട്ടുന്ന മങ്കൂസ് മൗലിദിലെ 50 കളവുകൾ എന്ന പ്രസംഗം. സഹോദരങ്ങൾ, നമ്മൾ നബിനെ മദ്ഹ് ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷെ ഇത് മദ്ഹല്ല. ഇല്ലാത്തത് പറയാണ്, ഉള്ളത് എമ്പാടും പറയാണ്ടാകുമ്പോ എന്തിനാ ഇല്ലാത്ത പറയണത്? നബിതങ്ങളെ പറ്റി ഉള്ളത് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ ഇത് പറഞ്ഞാലും തീരാത്തത്ര മദ്ഹുകളാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. എന്നിരിക്കെ പിന്നെ എവിടുന്ന് കിട്ടുന്നറിയാത്ത, ആര് പറഞ്ഞു അറിയാത്ത കള്ളക്കഥകൾ, അടിസ്ഥാനമില്ലാത്ത കഥകൾ ആ നബിതങ്ങളെ പേരിൽ പറഞ്ഞാൽ അത് മദ്ഹാണോ, നബിതങ്ങളെ പ്രശംസിക്കലാണോ? അങ്ങനെ ഓരോ അമ്പിയാക്കളെയും കൂടെ നബിതങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത് എന്നാണ് ഈ മൗലിദിലെല്ലാം പറയുന്നത്. ഇനി ആ പ്രകാശത്തിന്റെ കഥയോ, ഈ പ്രകാശവുമായി ബന്ധപ്പെട്ട് തന്നെ വ്യത്യസ്തമായ കഥകളാണുള്ളത്. നമ്മളിപ്പോ വായിച്ചത് എന്താ ഉള്ളത്? അവിടെ പറഞ്ഞു, ലോകം പടക്കും മുമ്പ് ആലം പടക്കും മുമ്പ് ഈ പ്രകാശം ഉണ്ടാക്കിയതാണ്. ആലം എന്താ? ആലം ഈ പ്രകാശം അടക്കം ആലമാണ്. അതാ വൈരുദ്ധ്യം. ഈ പ്രകാശം അടക്കം ഉൾക്കൊള്ളുന്നതിനാണ് ആലം എന്ന് പറയാ. പ്രകാശമുണ്ടെങ്കിൽ ആലം എന്ന വാക്കിന് നിങ്ങൾ ഏത് ഉസ്താദിൽ പോയി ചോദിച്ചാൽ മതി, ഉസ്താദ് എന്താ ആലം? എല്ലാ ഉസ്താദും പറയും മാസിബൽ ബാരി സുബ്ഹാന, പടച്ച റബ്ബല്ലാത്ത ബാക്കിയെല്ലാം. അതിന് ആലം എന്ന് അറബി പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ആലം എന്ന വാക്കിനർത്ഥം പടച്ചോനല്ലാത്ത ബാക്കിയെല്ലാം. അതിൽ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും സ്വർഗവും നരകവും ലൗഹും കലമും അടക്കമുള്ള എല്ലാം മാസിബൽ ബാരി സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ബാക്കിയെല്ലാം, അതാണ് ആലം എന്ന് പറയുക. അപ്പൊ ഇവിടെ പറഞ്ഞതാണ് വഔജദ നൂറഹു, ആ പ്രകാശത്തെ അല്ലാഹു തആല ഉണ്ടാക്കി. ഖബ്ല ഖൽഖിൽ ആലം, ലോകത്തെ സൃഷ്ടിക്കും മുമ്പ് ഈ പ്രകാശം ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ ആലമിൽ ഈ പ്രകാശം പെടുവല്ലേ, അത് മറ്റൊരു വിഷയമാണ്. ആലമിനെ പടക്കും മുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആലമല്ല എന്നർത്ഥം. ഇനി വേണം ന്യായീകരിക്ക്, ആയിക്കോട്ടെ, ആലമിൽ ആദ്യമായി ഉണ്ടായത് ഇതാണ് എന്ന അർത്ഥത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം, ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ഇതേ പേജ് കഴിഞ്ഞ് അടുത്ത പേജ് കടന്നാൽ അവിടെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം നബിന്റെ പേരിലാണ്. നബി പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ്? കുന്തു നൂറൻ ബൈന യദയില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ പക്കൽ ഒരു പ്രകാശമായിരുന്നു. ഖബ്ല യഖ്ലുഖ ആദമ ബിഅൽഫി ആമിൻ, ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനൊരു പ്രകാശമായിരുന്നു. യുസബ്ബിഹുല്ലാഹു തആല ദാലിക നൂർ വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി, അന്ന് ആ പ്രകാശം അങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ആ തസ്ബീഹിന്റെ കൂടെ മലക്കുകളും തസ്ബീഹ് ചെയ്യുമായിരുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു. നഊദു ബില്ലാഹ്. നബി എവിടെയാ പറഞ്ഞത്? നബിതങ്ങൾ പറഞ്ഞാൽ അത് എവിടെ ഉള്ളത്?
അത് രേഖപ്പെട്ട് കിടക്കൂലേ? അത് എവിടെയുണ്ട്? ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, തിർമുദിയിലുണ്ടോ, അബൂദാവൂദിലുണ്ടോ, നസായിലുണ്ടോ, ഇബ്നു മാജയിലുണ്ടോ? ഏത് ഹദീസിലെ കിതാബിലാ ഉള്ളത്? ആരാ നബീന്ന് കേട്ടത്? ഏത് സ്വഹാബിയാ പിന്നെ അത് പറഞ്ഞു തന്നത്? ആ സ്വഹാബി ഏത് താബിഈയോടാ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞുവെന്ന് പറഞ്ഞാൽ അത് കൃത്യമായ സനദുണ്ടാകും, അല്ലാതെ ഉണ്ടാവില്ല. അള്ളാഹ് ഏറ്റതാണ് സംരക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ ദീന് അള്ളാഹ് സംരക്ഷിക്കും, അള്ളാഹ് ഏറ്റതാണ്. ആ സംരക്ഷണത്തിന്റെ ഭാഗമാണ് ഹദീസുകൾ സംരക്ഷിക്കുക എന്നത്. എങ്കിൽ ഇവിടെ പറയുന്നു, ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ പ്രകാശമായിരുന്നു എന്ന്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിക്കപ്പെടുന്നതിന് 2000 കൊല്ലം മുമ്പ്, ഖബല അൻ യഖ്ലുഖൽ ആദം ബിഅൽഫി ആമിൻ, ആദം നബിയെ പടക്കുന്ന 2000 കൊല്ലം മുമ്പ്. നേരത്തെ പറഞ്ഞതോ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി, ലോകത്തെ പടക്കുന്നതിന് മുമ്പ് എന്നാണ്. ഇപ്പോഴോ ആദം നബിയെ പടക്കുന്ന 2000 കൊല്ലം മുമ്പ്. അപ്പൊ അതിനു മുമ്പ് ആകാശം പഠിച്ചിട്ടില്ലേ? അതിനു മുമ്പ് നരക സ്വർഗമില്ലേ? എന്തെല്ലാം ഉണ്ട്. ആകാശഭൂമികളും നരക സ്വർഗങ്ങളും എല്ലാം സൃഷ്ടിച്ച് എത്രയോ 10,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. ലൗഹം അടച്ച് 50,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് അല്ലാഹ് ആകാശഭൂമി സൃഷ്ടിക്കുന്നത്. ലൗഹം കലമും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആകാശഭൂമി സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് അല്ലാഹു തആല കലം പടച്ചു, പേന പടച്ചു, ഇത് എഴുതാൻ പറഞ്ഞു. അങ്ങനെ അല്ലാഹു തആല ഇനി ഇവിടെ സംഭവിപ്പിക്കാൻ ഉദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചു. നബി തങ്ങൾ പഠിപ്പിച്ച സ്വഹീഹ് ഹദീസാണ്. ഇവിടെ ആദം നബിയെ പടക്കുന്ന 2000 കൊല്ലം മുമ്പ് ഞാൻ ഒരു പ്രകാശമായിരുന്നു നബി തങ്ങൾ പറഞ്ഞു. ആ പ്രകാശം തസ്ബീഹ് ചൊല്ലുമായിരുന്നു. അത് ആ തസ്ബീഹിന്റെ കൂടെ മലക്കുകളും ഏറ്റു ചൊല്ലുമായിരുന്നു. അങ്ങനെ ഫലം അല്ലാഹു തആല ആദം അലൈഹിസ്സലാം അൽഖാ ദാലിക നൂറ ഫീ തീനതിഹി, ആദം നബി അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ ആ മണ്ണിൽ ഈ പ്രകാശം അല്ലാഹു നിക്ഷേപിച്ചു എന്ന് നബി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ മണ്ണിൽ ഈ പ്രകാശം കൂടി കൂട്ടിക്കുഴച്ചിട്ടാണ് ആദം നബിയെ പഠിച്ചത്. അങ്ങനെ അങ്ങനെ അല്ലാഹു ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തുനിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഞാനും ആ ആദം നബിയുടെ കൂടെ ആദം നബിയുടെ മുതുകിലായിക്കൊണ്ട് അല്ലാഹു എന്നെയും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. നൂഹ് നബിയുടെ മുതുകിലായിക്കൊണ്ട് ആ കപ്പലിലും അല്ലാഹു എന്നെ നിശ്ചയിച്ചു. ഇതൊക്കെ നബി പറഞ്ഞു തന്നത്. എന്നെ അല്ലാഹു നിശ്ചയിച്ചു ആ കപ്പലിൽ എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം നബി തീയിലേക്ക് ഇട്ടപ്പോൾ അല്ലാഹു തആല എന്നെ ആ മുതുകിലും നിശ്ചയിച്ചു. അങ്ങനെ വലം യസൽ യൻഖുനി റബ്ബി മിൻ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ. അങ്ങനെ ഏറ്റവും മുന്തിയ പിതാക്കന്മാരുടെ മുതുകിലൂടെ ഏറ്റവും വിശുദ്ധമായ ഗർഭാശയത്തിലൂടെ എന്റെ റബ്ബ് എന്നെ കൊണ്ടുവന്നു. ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. അങ്ങനെ കൊണ്ടുവന്ന് എന്റെ മാതാപിതാക്കളൂടെ എന്റെ റബ്ബ് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ പിതാക്കന്മാരാരും യാതൊരു വ്യഭിചാരമോ അനാവശ്യമായ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ശരിയായ വിവാഹത്തിലൂടെയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇത് നബി തങ്ങൾ പറഞ്ഞു എവിടുന്ന കിട്ടിയത്? ഇതാണ് റബീഉൽ അവ്വൽ മാസം വന്ന വീട്ടിൽ വന്ന് ഉസ്താദുമാർ ഓതുന്നത്. നമ്മൾ വിചാരിക്കുക നബിന്റെ മദ്ഹ് പറയാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം നബി തങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ നമ്മളെ വീട് ഒരുക്കി കൊടുക്കാൻ പറ്റുമോ? അതെങ്ങനെ മദ്ഹാവ? ഈ കാര്യമുണ്ടെങ്കിൽ അത് അല്ലാഹ് അറിയിക്കണം, അല്ലെങ്കിൽ റസൂൽ അറിയിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ അറിയിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇതാണ് മങ്കൂസിലെ ഒന്നാമത്തെ ഗദ്യഭാഗം. മൗലിദാകുമ്പോൾ ഗദ്യവും പദ്യവും ഉണ്ടാവും. അതാണ് മൗലിദിന്റെ പ്രത്യേകത. മാല ഫുള്ള് പദ്യമാണ്. മൗലിദുകൾ ഗദ്യ പദ്യ സമ്മിശ്രമാണ്. ആദ്യം ഗദ്യമായി പറയും, പിന്നെ ആ ആശയം തന്നെ പാട്ടായിട്ട് പാടും, പിന്നെ വീണ്ടും ഒരു പേജ് 1.5 പേജ് ഗദ്യമായി വായിക്കും, പിന്നെ വീണ്ടും അത് പാട്ടായി പാടും. ഇത് ഗദ്യപദ്യ സമ്മിശ്രമാണ് മൗലിദുകൾ. അപ്പൊ അതിൽ ഒന്നാമത്തെ ഗദ്യം, ഒന്നാമത്തെ നെസ്, അതിലാണ് ഈ പറഞ്ഞ കഥകളെല്ലാം ഉള്ളത്. ഈ കഥകൾ സഹോദരന്മാരെ ഏതാ സ്ഥിരപ്പെട്ടു വന്നത്? ആകെ 4-5 കാര്യം, ബാക്കിയെല്ലാം വ്യാജമാണ്. എവിടുന്ന് കിട്ടിയെന്നറിയില്ല, ആര് പറഞ്ഞുവെന്നറിയില്ല, നിബിധങ്ങളുടെ പേരിൽ പോലും ഉണ്ടാക്കി വിട്ട കഥകളാണ്. ഇനി അടുത്ത രണ്ടാമത്തേക്ക് പോയാലോ? ഒന്നാമത്തെ ഗദ്യം കഴിഞ്ഞ് അതിന്റെ പദ്യവും കഴിഞ്ഞ് രണ്ടാമത്തെ ഗദ്യത്തിലേക്ക് പോയാൽ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, കഅബുൽ അഹ്ബാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഅബുൽ അഹ്ബാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എവിടെ റിപ്പോർട്ട് ചെയ്തു? ഒന്നുമില്ല. എവിടെ റിപ്പോർട്ട് ചെയ്തു?
ആരെ കേട്ടത്, എവിടെ ഉള്ളത്, ഏത് കിതാബിലെ ഉള്ളത് അത് ചോദിക്കാൻ പാടില്ല. എന്താ ഉള്ളത്? എന്താ കൈബുൽ അഹ്ബാർ പറഞ്ഞത്? ലമ്മാ അറദല്ലാഹു തആല ഇദ്ഹാറൻ നൂരിൽ മഖ്സൂനി വഇബ്റാസൽ ജൗഹരിൽ മക്നൂനി മിൻ അബ്ദുല്ലാഹി ഇലാ ബത്രി ആമിന. അബ്ദുള്ളയുടെ മുതുകിൽ നിന്ന് ആമിന ബിബിയുടെ വയറ്റിലേക്ക് ഈ പ്രകാശത്തെ കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ അതെന്താ? റജബ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച രാവിലാണ് അള്ളാഹു തആല അത് പിന്നെ അബ്ദുള്ളയുടെ നബിയുടെ ഉപ്പയുടെ മുതുകിൽ നിന്ന് നബിയുടെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് അതിനെ കൊണ്ടുവന്നത്. റജബിലെ വെള്ളിയാഴ്ച രാവ്. ആരാ പറഞ്ഞത്? എവിടെ കിട്ടിയത്? ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ ആര് പറഞ്ഞു? ഇങ്ങനെ ഒരു ചരിത്രം പറയണമെങ്കിൽ അള്ളാഹ് വഹി കൊടുക്കണ്ടേ? ആ വഹി പ്രകാരം നബിതങ്ങൾ പഠിപ്പിക്കണ്ടേ? അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, പറയാൻ പറ്റുന്ന കാര്യമാണത്. എന്നിട്ടോ അന്ന് അല്ലാഹു തആല അമർ റിദ്വാൻ അലൈഹിസ്സലാം, അല്ലാഹ് റിദ്വാനോട് പറഞ്ഞു എന്ത്? ഫഫുതിഹ അബ്വാബുൽ ജിനാൻ വതസയ്യത്തുൽ ഹൂർ വൽ വിൽദാൻ വദുഖത ബശാഇൽ അഫ്റാഹ് വസഹത കവാകിബുസ് സബാഹ്. സ്വർഗം കാക്കുന്ന മലക്ക് റിദ്വാനോട് അല്ലാഹ് പറഞ്ഞു സ്വർഗം ഒന്ന് അലങ്കരിക്കണം. അങ്ങനെ സ്വർഗത്തിന്റെ എല്ലാ വാതിലും അത് തുറന്നു വെച്ചു എന്നാണ്. ഇതൊക്കെ ആരാ പറഞ്ഞ കൂട്ടരെ? എവിടുന്നതൊക്കെ കിട്ടിയത്? എന്താ ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. പക്ഷെ ഉണ്ടായി എന്ന് പറയാൻ, അള്ളാഹു കൽപ്പിച്ചു എന്ന് പറയാൻ നമുക്ക് രേഖ വേണം. അള്ളാഹ് കൽപ്പിച്ചു തന്നത്, അള്ളാഹ് റിദ്വാനോട് കൽപ്പിച്ചു, അത് എവിടുന്ന് കിട്ടി? അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു തആല അറിയിക്കണം നമ്മളെ വഹയിലൂടെ, ഖുർആനിലൂടെ. അല്ലെങ്കിൽ നബിതങ്ങൾ വഹയി പ്രകാരം പറഞ്ഞു തരണം. അത് രണ്ടും ഇല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ സ്വർഗം അലങ്കരിച്ചു. ഹൂറിങ്ങളെല്ലാം അന്ന് പ്രത്യേകമായ അലങ്കാരം സ്വീകരിച്ചു. അന്ന് വലിയ സന്തോഷമായി. എല്ലാ നക്ഷത്രങ്ങളും അന്ന് പ്രത്യേകമായി പ്രക്ഷോഭിച്ചു. ആകാശത്ത് വിളിച്ചു പറഞ്ഞു. ആകാശത്തിൽ വിളംബരം ചെയ്തു. എന്താ വിളംബരം? ആകാശത്ത് മാത്രമല്ല, ഭൂമിയിലും അലാ ഇന്ന നൂറ മക്നൂന മിൻഹു സയ്യിദുൽ ബശരി ഫീ ബത്രി ആമിന ഖദ് ഇസ്തഖറ. ഇതാ നബിയുടെ പ്രകാശം ആമിനയുടെ വയറ്റിൽ ഇതാ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് ആകാശത്തും ഭൂമിയിലും ഒരു വിളിച്ചു പറഞ്ഞു എന്ന് കൈബുൽ അഹ്ബാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതാണോ മദ്ഹ്? ഇത് പറയണ്ട, ഇത് പറയല്ല എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ എന്താ ഇപ്പോ നബിനെ മദ്ഹ് ചെയ്യാൻ പാടില്ലേ? ഇത് മദ്ഹാണോ? ഇത് മദ്ഹാണോ? ഇത് നബിതങ്ങൾ പറഞ്ഞുവെന്ന് നമുക്ക് സ്ഥിരപ്പെട്ട് കിട്ടാതെ, അല്ലാഹ് പറഞ്ഞുവെന്ന് സ്ഥിരപ്പെട്ട് കിട്ടാതെ പറഞ്ഞാൽ അത് കളവല്ലേ? അള്ളാഹിന്റെ പേരിൽ കളവ്, റസൂലിന്റെ പേരിൽ കളവ്. അങ്ങനെ കളവ് പറയല്ല എന്ന് പറഞ്ഞാൽ കണ്ടോ, നബിനെ മദ്ഹ് ചെയ്യാൻ പാടില്ല എന്നായി പറയണത്. സഹോദരൻ, അതാ ഞാൻ അത്ര നിങ്ങൾ ഈ കിതാബേറ്റുള്ള പുസ്തകത്തിൽ പോയി പുസ്തകം ഒന്ന് എല്ലാത്തിനും അർത്ഥം എന്ന് പറഞ്ഞു തരാ, ഈ എല്ലാ മൊഴിയും ആരാ രചിച്ചത് അതും പറഞ്ഞു തരാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമുക്ക് ആവശ്യമില്ല, ബാക്കിയൊന്നും വേണ്ട. എത്ര സ്ഥലത്താണ് ഖാല അല്ലാഹു, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ഖാല റസൂലുള്ളാഹ് പറഞ്ഞിരിക്കുന്നു എന്ന് എത്ര സ്ഥലത്ത്? കഴിഞ്ഞില്ല എന്നൊരു പറയാണ്. അന്ന് സന്തോഷം കൊണ്ട് അള്ളാന്റെ അർശ് കുലുങ്ങിയിലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ അർശ് വിറച്ചു എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. അതിന് വിറക്കൽ അസംഭവമാണോ? അല്ല. അത്ര സംഭവം ഉണ്ടോ? ഉണ്ട്. എവിടുന്ന് കിട്ടി? നബിതങ്ങൾ പറഞ്ഞ സംഭവം ഉണ്ട്. നബിതങ്ങൾ പറഞ്ഞ സംഭവം ഉണ്ട്. സയ്യിദിന്റെ മരണത്തിൽ അർശ് പോലും വിറച്ചുവെന്ന് നബിതങ്ങൾ പറഞ്ഞു. അപ്പം അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? നബി പറഞ്ഞു. സ്ഥിരപ്പെട്ട ഹദീസാണ്, മുസ്ലിം ലോകം സ്വഹീഹായി സ്വീകരിച്ച ഹദീസാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം, അസംഭവ്യമല്ല. പക്ഷെ ഉണ്ടായി എന്ന് പറയാൻ തെളിവ് വേണം. മാത്രമല്ല അള്ളാന്റെ കുർസിയിന് ഗാംഭീര്യം വർദ്ധിച്ചു. അതൊക്കെ അള്ളാന്റെ പേരിൽ ചേർത്തി പറയുമ്പോൾ തെളിവില്ലാതെ പറയാവതല്ല. അപ്പൊ സഹോദരങ്ങളെ, മങ്കൂസിലെ 2 പേജ് വായിച്ചപ്പോഴാണ് ഇപ്പൊ ഈ അവസ്ഥ. ഇതാണ് ബാക്കിയെല്ലാം. ഓരോ മൗലിദത്താലും ഇതാണ് എന്റെ കണ്ടന്റ്. ഇതൊരിക്കലും മദ്ഹല്ല. ഇത് നബിതങ്ങളുടെ മദ്ഹ് എന്ന് പറഞ്ഞ് പറയാവുന്ന കാര്യവുമല്ല. അപ്പൊ ഒന്ന് മൗലിദ് കിതാബിൽ ഞാൻ പറഞ്ഞ 3 അബദ്ധമാണ് മൗലിദിലുണ്ടാവുക. ഒരബദ്ധം അടിസ്ഥാനമില്ലാത്ത കഥകൾ പറയുന്നു. എവിടുന്ന് കിട്ടി എന്നറിയില്ല, ആര് പറഞ്ഞുവെന്നറിയില്ല, എവിടെ ഉണ്ട് എന്നറിയില്ല, അടിസ്ഥാനങ്ങളൊന്നുമില്ല. ആ കുറെ കഥകൾ ഇങ്ങനെ റുവിയ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ റിപ്പോർട്ടുകൾ. രണ്ടാമതിലുള്ള പ്രശ്നമുള്ളത് അതിരുവിട്ട വർണ്ണനകൾ.
അതിന് വിട്ട വർണ്ണന അല്ലാഹും റസൂലും നിശ്ചയിച്ചു തന്ന ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് അതിന് വിട്ട വർണ്ണനകൾ, പടച്ചറബിന്റെ സ്ഥാനം പോലും വകവെച്ചു കൊടുക്കുന്ന, പടച്ചറബിന്റെ വിശേഷങ്ങൾ പോലും വകവെച്ചു കൊടുക്കുന്ന വർണ്ണനകൾ ഇവയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതൊരിക്കലും പാടില്ല. നബിതങ്ങൾ പറയാത്ത, നബിതങ്ങൾ പറയാൻ സമ്മതിച്ചിട്ടില്ലാത്ത, നബിതങ്ങൾ വിലക്കിയ കാര്യങ്ങൾ പോലും നബിതങ്ങൾ നമ്മോട് പറഞ്ഞു. ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഈസ ഇബ്നു മറിയമ, ക്രിസ്ത്യാനികൾ ഈസ ഇബ്നു മറിയമിനെ അമിതമായി വർണ്ണിച്ചതുപോലെ എന്നെ നിങ്ങൾ അമിതമായി പ്രശംസിക്കല്ല. വഇന്നമാ അന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ ഒരു അടിമ മാത്രമാണ്. അതിനാൽ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ പറയേണ്ടത് അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ് എന്നേ പറയാവൂ. അതിനപ്പുറം പറയരുത്. ഈസാ നബിയെ പറ്റി ക്രിസ്ത്യാനികൾ പറഞ്ഞ അവസാനം പറഞ്ഞു ഈസ ഇബ്നുല്ലാഹ്, അല്ലാഹുവിന്റെ മോനാണ് എന്ന് വരെ പറഞ്ഞവർ. അങ്ങനെ നിങ്ങൾ അമിതമായി പറയല്ല. എന്നെ കുറിച്ച് പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ് എന്നേ പറയാവൂ. അല്ലാതെ അതിനെ വിട്ടു പറയില്ല എന്ന് നബിതങ്ങൾ നമ്മോട് താക്കീത് ചെയ്യുന്നു. അതിനെ മറികടന്നുകൊണ്ട് അതിനെ വിട്ട് എമ്പാടും വർണ്ണനകൾ, ഏത് മൗലിദെടുത്താലും ഏത് മാലെടുത്താലും അവിടെയൊക്കെ എല്ലാ അതിർത്തിയും വിടുന്ന വർണ്ണനകളാണ് നബിയെ കുറിച്ച് പറയുന്നത്. ഉദാഹരണമായി ബുർദയിൽ കാണാം, فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. നബിയെ فإن من جودك, നബിയെ താങ്കളുടെ ഔദാര്യമാണല്ലോ അദ്ദുന്യാ വളറതഹാ, ദുനിയാവും പരലോകവും നബിയെ നിങ്ങളുടെ ഔദാര്യമാണല്ലോ. സുബ്ഹാനല്ലാഹ്, അത് പറയാൻ പാടുണ്ടോ? നബി തങ്ങളുടെ ഔദാര്യമാണ് ദുനിയാവും പരലോകവും എന്നാണ് ബുർദയിൽ പറയുന്നത്. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, ലഹുൽ മഹ്ഫൂദിന്റെ വിജ്ഞാനങ്ങൾ, ഖലമിന്റെ വിജ്ഞാനങ്ങളെല്ലാം നബിയെ താങ്കളുടെ ഇൽമിൽ നിന്നാണല്ലോ. ഏതാ ഖലം? നേരത്തെ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞതാണ്, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ആ ഖലം ലോകത്ത് ഒന്നാമത്തെ സൃഷ്ടിയാണ്. അവ്വലു മാ ഖലഖല്ലാഹു തആല അൽ ഖലം, അല്ലാഹ് ആദ്യമായി പഠിച്ചത് ഖലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസാണ്. എന്നിട്ട് ഖിയാമത്ത് വരെ അല്ലാഹു തആല നടപ്പാക്കാൻ തീരുമാനിച്ച, ഉദ്ദേശിച്ച എന്തെല്ലാം കാര്യമുണ്ടോ അത് മുഴുവൻ രേഖപ്പെടുത്തി വെക്കാൻ അല്ലാഹ് പറഞ്ഞു ഖലമിനോട്. അത് മുഴുവൻ രേഖപ്പെടുത്തി വെച്ചു. അതാണ് ഖദാ ഖദർ വിശ്വാസത്തിന് ഒന്നാമത്തെ മർത്തബ. ഖദാ ഖദർ, അല്ലാഹുവിന്റെ ഖദാവും ഖദറും അനുസരിച്ചാണ് ഇവിടെ എല്ലാം നടക്കുക. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നുള്ളത് അല്ലാഹ് തീരുമാനിച്ചതാണ്. ആഷിഖ് ഉസ്താദ് പ്രസംഗിക്കുന്ന നോട്ടീസ് ഉണ്ടായിരുന്നില്ല, നമ്മളാരും പണ്ട് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് മരുവിന് എത്താൻ കഴിയാത്തൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ മുമ്പിൽ വിളിച്ചു, നേരത്തെ പോകുമോ, ഞാൻ കുറച്ച് വൈകും, അപ്പോഴേക്ക് തുടങ്ങാമല്ലോ. അപ്പൊ അല്ലാഹ് പണ്ട് തീരുമാനിച്ചാണ്, നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നടന്നു. അള്ളാഹുവിന്റെ ഖദാ ഖദർ 4 ഘട്ടമാണ്. ഒന്ന് റബ്ബിന്റെ ഇൽമാണ്, അള്ളാഹിന്റെ ഇൽമ്. ഞാൻ ഇന്ന് ഇവിടെ എത്ര മണിക്ക് ആരംഭിക്കും, എത്ര മണിക്ക് സംസാരം അവസാനിപ്പിക്കും, എത്ര ആളുകൾ എത്ര വാക്ക് കേൾക്കും, എത്ര ആളുകൾ കേൾക്കാതെ പോകും, ഇത് പഠിച്ചവന് പണ്ടേ അറിയാം. എന്നറിയാം? നമ്മൾക്ക് ജനിക്കുന്ന മുമ്പ് അറിയാം. ഈ പ്രദേശം അല്ല സൃഷ്ടിക്കും മുമ്പ് അല്ലാഹ്ക്കറിയാം. പിന്നല്ലേ സൃഷ്ടിച്ചത്? സൃഷ്ടിച്ച കാലത്ത് പാറാക്കാവ് എന്ന് പേരൊന്നുമില്ല, പിന്നെ വന്നാണ്. അല്ലാഹ് ഭൂമി വരച്ച കാലത്ത് എന്ത് പാറാക്കാവ്? ഒന്നുമില്ല. പിന്നെയാണ് പേര് വന്നത്. ഈ ഭൂമിയെ പടക്കും മുമ്പ്, ഈ മണ്ണ് പടക്കും മുമ്പ് പടച്ച റബ്ബിനറിയാം. ആകാശം ഉണ്ടാകും മുമ്പ് അല്ലാഹ്ക്കറിയാം, അതിന് മുമ്പ് അല്ലാഹ്ക്കറിയാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ ഇൽമാണ് ഒന്നാമത്. രണ്ടാമത്തെ മർത്തബ അല്ലാഹുവിന്റെ കിതാബത്താണ്. അത് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്നാ എഴുതി വെച്ചത്? ആകാശഭൂമി സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് അന്ന് എഴുതി വെച്ചു. അന്നാണ് അല്ലാഹ്ക്ക് അറിയാം? അല്ല, അല്ലാഹുവിന്റെ ഇൽമ് അസലിയാണ്, പണ്ടേ ഉള്ളതാണ്. ആ ഇൽമ പറയാനുള്ളത് രേഖപ്പെടുത്തി വെച്ചു. അതാ കിതാബത്ത്. അത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് എഴുതി കലമിനോട് എഴുതാൻ പറഞ്ഞു. അന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്നത്. മൂന്നാമത് ഇറാദത്താണ്, മശീഅത്താണ്, അള്ളാഹുവിന്റെ ഉദ്ദേശം. ഞാനിവിടെ സംസാരിക്കണമെന്ന് അള്ളാഹ് ഉദ്ദേശിക്കണം, അപ്പോഴേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. നാലാമത് ഖൽഖ്, അള്ളാഹ് സൃഷ്ടിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ അന്തമിട്ട് കേൾക്കും, വാക്കിന് വരൂല. നോട്ടീസ് അടിച്ച് എല്ലാവരും വന്നു പറക്ക്, ഞാനും വന്നു വരുന്നു, പക്ഷെ ആരും ഉണ്ടാൻ പറ്റില്ല. അപ്പൊ എന്താ നടപ്പാക്കൂല? ഈ 4 ഒക്കുമ്പോഴാണ് ഒരു കാര്യം നടക്കുക. അല്ലാഹുവിന്റെ ഇൽമിൽ വേണം,
അള്ളാഹിന്റെ കിതാബത്തിന് വേണം, അള്ളാഹിന്റെ മശീഅത്തിന് വേണം, അള്ളാഹു തആല സൃഷ്ടിക്കുകയും വേണം. അപ്പോഴേ ആ കാര്യം നടക്കുള്ളൂ. അതാ ഖലാ ഖദർ എന്നത്. അള്ളാഹിന്റെ തീരുമാനം, അവന്റെ ഖലാ ഖദർ വിധി എന്ന് പറഞ്ഞാൽ ഈ നാലും കൂടെ സംഗമിക്കുന്ന കാര്യമാണ്. അത് മനസ്സിലാകാതെ പോകുമ്പോഴാണ് ഖലാ ഖദറിൽ മനുഷ്യ വിശ്വാസം ഉണ്ടാകുക. അള്ളാഹ് ഒക്കെ തീരുമാനിച്ചല്ലേ, എന്തിനാ ഞാൻ നിസ്കരിക്കണമായിരിക്കും? അതല്ല, ഈ നാലും മൊത്തമാണ് അള്ളാഹുവിന്റെ ഖലാ ഖദർ. അതനുസരിച്ച് അവിടെ കാര്യം നടക്കുക, അല്ലാതെ ഒരു കാര്യം നടക്കൂല. അതുകൊണ്ടാണ് ഏതും റബ്ബിലേക്ക് ചേർത്തി പറയാം. ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ്. എന്തിനാ അത്? നമ്മൾ വിചാരിച്ചാൽ മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇപ്പം ഓട്ടോ കൈയാട്ടി ഞാൻ അപ്പുറത്ത് കുന്നത്തുമ്പ് പോയി ഇറങ്ങുകയാണ്, എന്നാലുമാണ് കയറിയാൽ സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ, ഇത് കീഴ്പ്പെടുത്തി അള്ളാഹു എത്ര പരിശുദ്ധൻ. എന്തിനാ അത് പറഞ്ഞ ഒരു കിലോമീറ്റർ പോയാൽ പോലെ എന്തിനാ അപ്പം ചൊല്ലണത്? അല്ല, നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ പോകാൻ കഴിയുന്നില്ല. നമ്മൾ വിചാരിച്ചോണ്ട് മാത്രം, കയ്യിൽ കാശുണ്ടായത് കൊണ്ട് മാത്രം, റോട്ടിലൂടെ വണ്ടി പോയത് കൊണ്ട് മാത്രം നമുക്ക് പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് റബ്ബിന്റെ തീരുമാനമാണ്. സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് വല്ലാത്ത സമാധാനം ഉണ്ടാകുക. അപ്പോഴേ എന്ത് വന്നാലും അൽഹംദുലില്ലാ, എന്ത് വന്നാലും അൽഹംദുലില്ലാ, ഇന്നാലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് അല്ലാഹുള്ളവരാണ്, ആ റബ്ബിലേക്ക് പോകേണ്ടവരാണ്. എത്ര സമാധാനമാണ്! വല്ല പ്രശ്നമുണ്ടോ? മൊത്തം തകർന്നു എന്ന വാർത്ത വന്നാലും ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖലാസ്, കഴിഞ്ഞു. സമ്പത്ത് മൊത്തം തകർന്നടിഞ്ഞു, ഒന്നാകെ പൊളിഞ്ഞു നിൽപ്പാണ് ഫോൺ എന്നാൽ വിശ്വാസമുള്ള മനുഷ്യന് അറ്റാക്ക് ആയി പോകുന്നില്ല. അല്ലല്ലാ, സാരല്ല, പോട്ടെ, അതിമ കഴിഞ്ഞു. അതിലെ കോവിഡ് വന്ന് നമുക്ക് വല്ല ടെൻഷൻ ഉണ്ടായി? അല്ലല്ലാ, അറ്റം പോയി കാണ്ട് കയറെടുത്ത് പോവാ തൂങ്ങാൻ. അതും റബ്ബിന്റെ ഖദറിന്റെ ഭാഗമാണ്. പോട്ടെ, വിഷയം അതല്ല. അപ്പൊ ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം. ആ ഖദർ രേഖപ്പെടുത്തിയ കാര്യമാണ് ഖലം. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. ലൗഹിന്റെ ഇൽമ്, ഖലമിന്റെ ഇൽമ് നബിയെ താങ്കളുടെ ഇൽമിൽ നിന്നാണല്ലോ. ആകാശവും ഭൂമിയെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തിയ ഖലം, ആ ഖലമിന് എന്തെല്ലാം ഇൽമ് രേഖപ്പെടുത്തിയോ ആ അറിവ് മുഴുവനും നബിയുടെ അറിവിൽ നിന്നാണ് എന്നാണ് ബുർദയിൽ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇതാണ് അമിതമായ വർണ്ണന. ഉള്ളത് പറഞ്ഞാൽ മതി, ഉള്ളത് എമ്പാടും പറയാനുണ്ട്, പക്ഷെ ഇല്ലാത്തത് പറയുക. നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അമിതമായി പ്രശംസിക്കരുത്. ലാ തുത്റൂനി. എത്രത്തോളം ഒരിക്കൽ നബി കയറി വന്നപ്പോ നബിയെ കാണാൻ സംഘം വന്ന് പുറത്തുനിന്ന് സംഘം വന്ന് നബിയെ കാണാൻ വേണ്ടി. അപ്പൊ സാധാരണ ഒരു കാര്യപ്പെട്ട ആളെ കാണാൻ ചെന്നാൽ നമ്മളൊക്കെ ചെയ്യുന്ന പറയാനുള്ളൂ, ഒരാളെ കാണാൻ ചെന്നാൽ മൂപ്പരൊന്നാണ് പൊന്തിക്കാറുള്ളത്. എല്ലാവരും ചെയ്യുന്ന പണിയാണ്. ഇതിന്റെ ആവശ്യത്തിന് വന്നാണ് പ്രത്യേകിച്ചും. അപ്പൊ നബിയെ കാണാമെന്നാണ്. നബിയത്ത് വന്നപ്പോൾ അന്ത സയ്യിദുനാ വബ്നു സയ്യിദിനാ വന്ന പാടെ, അന്ത സയ്യിദുനാ, നിങ്ങൾ ഞങ്ങളുടെ സയ്യിദാണ്, വബ്നു സയ്യിദ്, ഞങ്ങളെ ബാപ്പി ഞങ്ങൾ സയ്യിദായിരുന്നു പറഞ്ഞു. അപ്പൊ നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. പോലെ ഈ നമ്മളെ നാടൻ ഭാഷ പറഞ്ഞത് ആളെ കുഞ്ഞാപ്പൂക്കറിയില്ലേ, നബി സയ്യിദ് ഹു അല്ലാഹ്, സയ്യിദ് അള്ളയാണ്. ഞാനല്ല സയ്യിദ്, സയ്യിദ് അള്ളയാകുന്നു. അപ്പൊ കണ്ടോ, അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറയേണ്ട ഒരു കാര്യം നിയ്യത്തുമാർ ഇവിടെ പറയുന്നു എന്ന് തോന്നിയപ്പോഴേക്ക് നബിയെ തിരുത്തി പറ്റൂല. നബി സയ്യിദല്ലേ, സയ്യിദാണ്, സംശയമില്ല. നബി തന്നെ പറഞ്ഞു, അന സയ്യിദു വുൽദി ആദമ, ആദം മക്കളുടെ സയ്യിദാകുന്നു ഞാൻ. വലാ ഫഖ്റ, അത് ഫഖ്ർ പറയല്ല, ഫഖ്ർ പറയല്ല. അള്ളാഹുവിനോട് പറയാൻ പറഞ്ഞു, വഹീ തന്നു, അറിയിക്കാൻ പറഞ്ഞു, അറിയിച്ചു, ഫഖ്റല്ല. അതേ നബി അപ്പുറത്ത് പറഞ്ഞത് സയ്യിദ് ഞാനല്ല, അള്ളാഹുവാണ്. എന്നാൽ ഒരു സഹാബിന് കയറി വന്നപ്പോ നബി മറ്റു സഹാബിയോട് പറഞ്ഞു, ഖൂമൂ ഇലാ സയ്യിദിക്കും, അത് അങ്ങനെ സയ്യിദ് വരുന്നുണ്ട്, ചെല്ലണം, പോയി സ്വീകരിക്കുക. അപ്പൊ ഈ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമാണോ? അല്ല. ഇത് ജംഅ് ചെയ്തുകൊണ്ട് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാര് പറഞ്ഞു, ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സയ്യിദാണെന്ന് പറയരുത്. കാരണം അയാൾക്ക് കിബർ വരാൻ സാധ്യതയുണ്ട്, അയാൾക്ക് ലോകമാനം റിയാ വരാൻ സാധ്യതയുണ്ട്. ഒരാളോട് അഭിസംബോധന കൊണ്ട് നിങ്ങൾ ഞങ്ങൾ സയ്യിദാണ് എന്ന് പറയരുത്, അത് പറ്റൂല. എന്നാ ഒരാളെ പറ്റി വേറെ ആളോട് പറയാം, അയാൾ ഞങ്ങൾ സയ്യിദാണ് എന്ന് പറയാൻ സയ്യിദാണെങ്കിൽ കുഴപ്പമില്ല. അതാണ് നബിയോടെ പറഞ്ഞത്, ഞങ്ങൾ സയ്യിദ് വരുന്നു, ചൊല്ലി പോയി സ്വീകരിക്കുന്നു. എന്നാൽ നബിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സയ്യിദാണെപ്പോഴോ ഇല്ല, സയ്യിദ് അള്ളയാണ്. കാരണം ആ ഒരു വാതിൽ തുറക്കേണ്ടതില്ല. അത്ര വരെ സൂക്ഷ്മത പാലിച്ചു പഠിപ്പിച്ചതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഇവിടെ പറയുന്നത്? നബിയെ താങ്കളുടെ ഇൽമിൽ നിന്നാണ് ലൗഹുൽ മഹ്ഫൂദിന്റെ ഇൽമ്, താങ്കളുടെ ഇൽമിൽ നിന്നാണ് ഖലമിന്റെ ഇൽമ്. ഏതാ ലൗഹുൽ മഹ്ഫൂദ്? എല്ലാം രേഖപ്പെടുത്തിയ ആ രേഖ, അന്ന് കലമ കൊണ്ട് എഴുതി രേഖയാക്കി ആ രേഖ, അതാ ലൗഹ്. ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ഖുർആന്റെ പോലും അസ്ല് ലൗഹുൽ മഹ്ഫൂദാണ്. എല്ലാം രേഖപ്പെടുത്തിയ രേഖയാണ് ലൗഹ്.
ആ ലൗഹിന്റെ ഇൽമ് നബിയെ നിങ്ങളുടെ ഇൽമിൽ നിന്നാകുന്നു. അത് നബി പറഞ്ഞാൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. അല്ലാഹ് പറഞ്ഞാൽ നമുക്ക് പറയാം, അല്ലാതെ പറയാൻ പറ്റില്ല. അപ്പൊ മാലമൗലിദ് എന്താ കുഴപ്പം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കുഴപ്പം അടിസ്ഥാനമില്ലാത്ത എമ്പാടും കഥകൾ അതിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കുഴപ്പം അതിരുവിട്ട വർണ്ണനകൾ അതിലുണ്ട്, ഒരു പരിധിയുമില്ലാത്ത വർണ്ണനകൾ. അള്ളാഹുവിന്റെ വിശേഷങ്ങൾ പോലും നബിക്ക് വകവെച്ചു കൊടുക്കുന്ന എത്രയോ വരികൾ മാലമൗലിദിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ സ്ഥാനം അത് നബിക്ക് മാത്രമല്ല, റബീഉൽ ആഖിർ ആയാൽ ജിലാനിക്കാണൊക്കെ. റബീഉൽ അവ്വൽ നബിന്റെ പേരിലാണെങ്കിൽ റബീഉൽ ആഖിർ ആകുമ്പോൾ ജിലാനിയുടെ പേരിലാണോ ഒക്കെ. പാരില്ലൊരു പുൽപ്പം എന്നൊക്കെ കൂടാതെ പച്ചപ്പാവില്ല അതെന്ന് പറഞ്ഞോവർ. മുഹീദ്ദീൻ റിഫാഇമാരെ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ പനാശയമാണ്. പാരിൽ, ഈ ഭൂമിയിൽ ഒരു പുല്ല് പോലും എന്റെ നോട്ടമില്ലെങ്കിൽ പച്ചപിടിക്കുകയില്ല എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നു. മൊഹീദ്ദീൻ ഷെയ്ഖ് അത് പറയില്ല, മൊഹീദ്ദീൻ ഷെയ്ഖ് അത് പറയില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ആളല്ല മൊഹീദ്ദീൻ ഷെയ്ഖ്. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ത്വരീഖത്തിന് ഷെയ്ഖ് വെച്ച അടിസ്ഥാനം എന്തറിയോ? നമ്മുടെ ത്വരീഖത്തിൽ ഞാൻ നീ എന്നുള്ള പരിപാടിയില്ല, പഠിച്ചോ മാത്രമേ ഉള്ളൂ. ഞാൻ ഇല്ല, അതാണ് പോണം, അപ്പോഴേ ശരിയാവുള്ളൂ എന്നാണ് ഷെയ്ഖ് പഠിപ്പിച്ചത്. ഇവിടെയോ മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഈ ഭൂമിയിൽ ഒരു പുല്ല് പച്ചപിടിക്കണമെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിന് നോട്ടം വേണം എന്നാണ്. റിഫായി ഷെയ്ഖ് മരിച്ചപ്പോ റിഫായിമാരെ കാണാം, അജബായി മൃഗം പറയുന്നു, ആലം നിലനിൽപ്പാതെങ്ങനെ ഖുജരേ. റിഫായി ഷെയ്ഖ് മരിച്ചു എന്ന വാർത്ത വന്നപ്പോ അജബായി മൃഗം പറയുന്നു. അത്ഭുതപ്പെട്ടുകൊണ്ട് പക്ഷികളും മൃഗങ്ങളും എല്ലാം പറഞ്ഞു. എന്ത് പറഞ്ഞു? ആലം നിലനിൽപ്പതെങ്ങനെ ഖുജരേ, അല്ല നിങ്ങൾ മരിച്ചാ പിന്നെ എങ്ങനെ ഖുജരേ ഞാൻ ആലം നിലക്കാതെ, ലോകം എങ്ങനെ നിലനിൽക്കും നിങ്ങൾ മരിച്ചാൽ എന്ന് പക്ഷികൾ പറഞ്ഞു, മൃഗങ്ങൾ പറഞ്ഞു എന്ന് റിഫായിമാരെ കാണാം. പടച്ചോന്റെ സ്ഥാനങ്ങൾ പകച്ചു കൊടുക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വ ആലമിന്റെയും റബ്ബ് അല്ലാഹയാണ്. ആർക്കാ സംശയമുള്ളത്? പക്ഷെ ഇവിടെയോ ആലമിന്റെ നിയന്ത്രണം പലർക്കുമായി വകവെച്ച് കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ CM മടവൂരാണ് ഇപ്പോ മൊത്തം കൺട്രോൾ. മുദബ്ബിർ ആലം മൊത്തം മൂപ്പർക്കാണെന്നാണ്. മുദബ്ബിർ ആലം, അത്ര വലിയ ഗൗരവമുള്ള പദപ്രയോഗം. മാത്രവുമല്ല മുഹീദ്ദീന്മാരും റിഫായിമാരും ഒക്കെ പടച്ചോനെ പറ്റ അല്ലാഹ് ഖുർആനെ പറഞ്ഞ എന്തൊക്കെയുണ്ടോ സമാനമായതെല്ലാം കാണാൻ പറ്റും. നമ്മൾ സാധാരണ ഓതുന്ന സൂറത്താണ് അൽ കഹ്ഫ് സൂറത്ത്. അതിന്റെ അവസാനം കാണാം, കുല്ലു കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിലൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ. പടച്ചോനെ മഹത്വം പറയാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞ ആയത്താ. നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നബിയെ കുൽ, പറഞ്ഞു കൊടുക്കൂ നബിയെ, അല്ലാഹനെ പറ്റി പറഞ്ഞു കൊടുക്കുക. എന്താ പറയേണ്ടത്? സമുദ്രം മുഴുവൻ മഷിയാക്കിയിട്ട് അള്ളാഹിന്റെ വചനങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയാൽ സമുദ്രം വറ്റിപ്പോകുന്നല്ലാതെ അള്ളാഹിന്റെ കലിമത്ത് അവസാനിക്കൂല. അതാണ് പഠിച്ചോന് എന്ന് നബിയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാ സമുദ്രത്തിലെയും വെള്ളമെടുത്ത് അതെല്ലാം മഷിയാക്കി ആ മഷി കൊണ്ട് എഴുതി പടച്ച റബ്ബിന്റെ കലിമാത്ത്. എന്നാലും സമുദ്ര വെള്ളം അവസാനിക്കും, അള്ളാഹിന്റെ കലിമത്ത് അപ്പോഴും അവസാനിക്കൂല. ലുഖ്മാൻ സൂറയിൽ കാണാം, വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാം വൽബഹറു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുർ മാ നഫിദത് കലിമാത്തുല്ലാഹ്. എല്ലാ മരങ്ങളും പേനയാക്കി, എല്ലാ സമുദ്രവും മഷിയാക്കി, എല്ലാ സമുദ്രവും കഴിഞ്ഞപ്പോ സമാനമായ 7 സമുദ്രം പിന്നെയും കൊണ്ടുവന്നു. ഇപ്പൊ മൊത്തം എത്ര കടലുണ്ടോ അതിൽ 7 ഇരട്ടി പിന്നെയും കൊണ്ടുവന്നു, അതും മഷിയാക്കി. എല്ലാ മരങ്ങളും പേനയാക്കി. എന്നിട്ട് അള്ളാഹിന്റെ കലിമത്ത് എഴുതാൻ തുടങ്ങി. എങ്കിൽ മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹിന്റെ കലിമത്ത് അവസാനിക്കുകയില്ല. അതാ പടച്ചോന്. എന്നാ മുഹീദ്ദീന്മാരും റിഫായിമാരൊക്കെ പഠിപ്പിച്ചെന്താണ്? മരങ്ങൾ കരമായും ബഹ്ർ മയ്യാകിലും മട്ട് ഫെടാദവർ ഫോരീഷ എന്നോവർ. മരങ്ങൾ കലമായി ബഹ്ർ മയ്യാകിലും, മരങ്ങൾ കലം പേനയാക്കി ബഹ്ർ മഷിയുമാക്കി. എന്നാലും മട്ട് ഫെടാദവർ ഫോരീഷ, അവരെ പോലീശ മട്ട് ഫെടുകയില്ല, അവസാനിക്കുകയില്ല. പടച്ചോനെ പറ്റി അല്ലാഹ് എന്ത് പറഞ്ഞോ സമാനമായത് ശൈഖ്മാരെ പറ്റി എഴുതിയിരിക്കുക. എത്ര സ്ഥലത്ത് യാസീൻ സൂറയിൽ സ്ഥാനത്തും അസ്ഥാനത്തും പോകുന്ന സൂറത്താണല്ലോ യാസീന്. ആ യാസീൻ സൂറയിൽ എന്താ പറഞ്ഞത്? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ കാര്യം
ഒരു സംഗതി റബ്ബ് ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയക്കൂൻ, അതുണ്ടാകും. അതൊരു കാര്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കാര്യം തയ്യാറാക്കിയിട്ട് വേണം. നമുക്ക് സംഗതി ഉണ്ടാക്കണമെങ്കിൽ ചേരുവകൾ ചേർത്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് അതിങ്ങനെ ഉണ്ടാക്കണം. അല്ലാഹു തആലക്ക് അത് വേണ്ട. കുൻ, ഉണ്ടാവ് എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ, അതുണ്ടാവും. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ. എല്ലാത്തിൻ്റെയും സർവാധിപത്യവും അവരുടെ കയ്യിലാണോ അവൻ എത്ര പരിശുദ്ധനാണ്. അതല്ലേ യാസീൻ സൂറത്തിന്റെ അവസാനം. എന്നാ മാലയ്ക്ക് വന്നാലോ, വലിയൊരു വസ്തുവിനെ കുന്നെന്ന് ചൊല്ലുകിൽ ബിരികെ ഉരുവാകുമെന്ന് പറഞ്ഞവർ. ഏതെങ്കിലും വസ്തുവിനോട് ശൈഖെങ്ങാനും കുൻ എന്ന് പറഞ്ഞാൽ ഉടനെ അതങ്ങ് ഉണ്ടായിത്തീരുമെന്ന് ശൈഖ് പറഞ്ഞിട്ടുണ്ട്. നിഫാഴിമാരിൽ പോയാലോ, എന്നോട് ഏകൽ ഉടയവൻ തന്റെ ഏകൽ ആകെന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. എന്നുടെ ഏകൽ, എന്റെ ഏകൽ, എന്റെ കൽപ്പന ഉടയവൻ തന്റെ ഏകൽ, എന്റെ കൽപ്പന പടച്ചോന്റെ കൽപ്പന തന്നെയാകുന്നു. ഞാൻ കൽപ്പിച്ചാൽ അല്ലാഹുവിന്റെ കൽപ്പന തന്നെയാണ്. അതുകൊണ്ട് ആകെന്ന് ഞാൻ ചൊല്ലുകിൽ ആകും അതെന്നോവർ. ആകുന്ന് ഞാൻ ചൊല്ലിയാൽ അത് അങ്ങനെ ആയിത്തീരുന്ന. ഞാൻ പറഞ്ഞാൽ മതി ഇങ്ങനെ ആവണം, അപ്പൊ അങ്ങനെ ആവും. സഹോദരൻ, ഇതൊന്നും റിഫായി ശൈഖ് പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞാൽ ശരിയാവോ? അതുമില്ല. മൊഹീദ്ദീൻ ശൈഖ്, റിഫായി ശൈഖ് ഒന്നും അങ്ങനത്തെ ധിക്കാരം കാണിച്ച മനുഷ്യന്മാരൊന്നും അല്ല. അവർക്ക് മാതൃകായോഗ്യമായ ജീവിതം നയിച്ചവരാണ്. മാനുഷികമായ എല്ലാ പോരായ്മയും അവർക്കുണ്ടാകുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരാരും അങ്ങനെ ഞങ്ങളാണ് വിചാരിച്ച് അങ്ങനെ ഉണ്ടാകും, ഞങ്ങൾ പറഞ്ഞ പോലെ നടക്കും, അതൊന്നും പോലും പറഞ്ഞിട്ടില്ല. മൊഹീദ്ദീൻ ശൈഖിന്റെ ജീവിതകാലത്ത് മൂപ്പര 21 മക്കൾ മരിച്ച വാപ്പ മൂപ്പര്. മൊഹീദ്ദീൻ ശൈഖ് 21 മക്കളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാടിയ വാപ്പയാണ് മൊഹീദ്ദീൻ ശൈഖ്. അല്ലാണ്ട് ഞാൻ ഉണ്ടാവട്ടെ ഉണ്ടാകും എന്ന് വിചാരിച്ചാണ്ട് എണീപ്പിച്ച് പോയിട്ടില്ല. 21 മക്കളെ മയ്യത്ത് മറയിലെ വാപ്പന അതിലും വല്ല വിഷമുണ്ട്. പിന്നെ അദ്ദേഹം പറയാം, എൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ ഞാൻ അപ്പം തീരുമാനിക്കും അതൊരു മയ്യത്താണ് എന്ന്. എന്നാ പിന്നെ സങ്കടമില്ലല്ലോ. പ്രസവിക്കുമ്പോൾ മയ്യത്താണെങ്കിൽ അത് പ്രതീക്ഷ തന്നെയാണ്, കുഴപ്പമില്ല. അതല്ല, അഥവാ ജീവനുണ്ടെങ്കിലോ അൽഹംദുലില്ലാഹ്. അതാ മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞത്. അദ്ദേഹം അന്നത്തെ മനുഷ്യന്മാരെ പടച്ച റബ്ബിൽ നിന്ന് അകലുന്ന എല്ലാ പ്രവണതയെയും അതിശക്തമായി എതിർത്ത തൗഹീദ് പ്രഖ്യാപിച്ച ആളാണ് മൊഹീദ്ദീൻ ശൈഖ്. അല്ല നമ്മൾ പറഞ്ഞ തൗഹീദല്ല, അതിനപ്പുറത്തെ തൗഹീദ, സൂഫി തൗഹീദ ശൈഖ് പ്രഖ്യാപിച്ചത്. സൂഫി തൗഹീദ. സൂഫി തൗഹീദ് എന്താ? അത് നമ്മുടെ തൗഹീദൊക്കെ ഉടക്കുള്ളൂ. ഇവിടെ സൂഫി പറയാന്നല്ലാതെ ഇവിടെ സൂഫി ഇല്ല. ശരിയായ തസവുഫ് അല്ല ഇവിടെ. ശരിയായ തസവുഫിന് അസ്ബാബുകൾ പോലും ഇല്ലാതെ, കാരണങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. അല്ലാഹ് മാത്രം, മറ്റൊന്നുമില്ല. കാരണങ്ങളെ ബന്ധിക്കാൻ പാടില്ല, അസ്ബാബുകൾ ഒഴിവാക്കുക. അല്ലാ തസവുഫിലെ തൗഹീദ്. എല്ലാം ഒഴിവാക്കി അല്ലാഹ് തരും. ഭക്ഷണം കഴിക്കണ്ട, അല്ലാഹ് തന്നോളും. ജോലിക്ക് പോണ്ട, അതാ സൂഫി തൗഹീദ്. അത് ഇസ്ലാം പഠിപ്പിച്ച തൗഹീദല്ല, അത് വേറെ കാര്യം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, നിമിത്തങ്ങളെ ഉപയോഗപ്പെടുത്തൽ തൗഹീദിന്റെ പൂർത്തീകരണമാണ്. ജോലിക്ക് പോകുക, ഭക്ഷണം കഴിക്കുക, അല്ലാഹുവിന്റെ തൗഫീഖ് തേടുക, അതാ തൗഹീദ്. ജോലി ജനങ്ങൾ ഇരിക്കുക, പഠിച്ചോനല്ലേ വായെന്നത്, പഠിച്ചോന്റെ വിശപ്പ് മാറ്റിക്കോളും എന്ന് പറഞ്ഞിരിക്കൽ അള്ളാഹിനെ പരിഹസിക്കലാണ്. പഠിച്ചോൻ പറഞ്ഞാണ്, അള്ളാഹ് വായെന്നു, അള്ളാഹ് ഭൂമി തന്നു, കൃഷി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നു, നീ ചെയ്തോളി, അള്ളാഹ് വിട്ടതാണ്. ഞാനൊന്നും ചെയ്യൂല, ജന്ത എനിക്ക് വായെന്നു, അടുജനോയ്ക്ക് വാക്കി എന്ന് പറഞ്ഞാൽ അത് റബ്ബിനെ പരിഹസിക്കലാണ്. ഗസാലി പഠിപ്പിച്ച തൗഹീദ് മറ്റേ തൗഹീദാണ്. അബൂ ഹാമിദ് ഗസാലി ഹിയാഉൽ തൗഹീദ് ഈ സൂഫി തൗഹീദാണ്. അതാ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കിതാബിൽ എഴുതി അൽ യഖീൻ വത്തവക്കുൽ ഇൻദൽ ഗസാലി. ഗസാലി പഠിപ്പിച്ച യഖീൻ തവക്കുലും അത് ഇസ്ലാം പഠിപ്പിച്ച യഖീൻ തവക്കുൽ അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. പോട്ടെ, വിഷയമല്ല. അപ്പൊ ആ തൗഹീദ് പറഞ്ഞ ആളാ മൊഹീദ്ദീൻ ശൈഖ്. അദ്ദേഹം പറഞ്ഞു, ഒരാളോടും പരാതി പോലും പറയാൻ പാടില്ല. ഒരു അസുഖം വന്നാൽ എടാ എനിക്ക് സുഖമില്ല എന്ന് പറയാൻ പാടില്ല, അത് പറഞ്ഞാണ് തൗഹീദ് പറഞ്ഞതാണ്. അല്ലാഹു പറഞ്ഞോന്ന്. അതാ മൊഹീദ്ദീൻ ശൈഖ് പഠിപ്പിച്ച തൗഹീദ്. ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്. നിനക്ക് പ്രയാസങ്ങൾ വന്നാൽ ലാ തശ്കുവന്ന, നീ പരാതി പോലും പറയരുത്. ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയോടും നീ പരാതി പോലും പറയല്ല. ലഅന്നഹു ലാ ളറ വലാ നാഫിഅ, ഉപകാരം ചെയ്യുന്നവനില്ല, ഉപദ്രവം ഏൽപ്പിക്കുന്നവനില്ല, നൽകുന്നവനില്ല, തടയുന്നവനില്ല, അല്ലാഹു അല്ലാതെ. അതുകൊണ്ട് ഒരാളും പരാതി പോലും പറയല്ല. അങ്ങനെ പരാതി പറഞ്ഞാൽ വദാലിക ഇശ്റാകും മിൻക ബില്ലാഹ്, നീ പടച്ച റബ്ബിൽ പങ്കു ചേർക്കലാകുന്നു എന്നാണ്. ഒരാളോടും ഒരു ആപരാതി പോലും ഇല്ല, അള്ളാഹുവിനോട് മാത്രം.
അതാണ് സാധാരണ തൗഹീദ്. സൂഫിയാക്ക് 3 ടൈപ്പ് തൗഹീദാണ്. സൂഫിക്ക് തൗഹീദ് 3 ടൈപ്പാണ്. ഒന്ന് നാടന്മാർ തൗഹീദ്, അതാണ് ഇത്. ആരോടും ആപരാതില്ല, ഒരു വിഷമല്ല, സങ്കടമില്ല, പരാതിയില്ല, ഒക്കെ റബ്ബിനോട് പറയാം. രണ്ടാമത്തെ ഘട്ടം എന്താ? റബ്ബിനോടും പറയണ്ടെന്നാ. റബ്ബിനോടും പറയണ്ട. എന്തിനാ പറയണത്? അള്ളാഹ്ക്ക് അറിയില്ലേ. പറയണ്ട, ചെയ്യാൾ ചെയ്താൽ മതി. മൂന്നാമത്തെ ഘട്ടം നീ തന്നെ റബ്ബ്. ഇനിയിപ്പോൾ നീയും റബ്ബും 2 വ്യത്യാസമൊന്നുമില്ല, ഒക്കെ നീ ഒന്ന് തന്നെയാണ്. ഇതാണ് ഏറ്റവും ടോപ്പ്. നാടന്മാർക്ക് പറ്റില്ല. അതാണ് ഖവാസുൽ ഖവാസ് എന്നാലും പറയാം. പ്രത്യേകക്കാരിൽ അവിടെ തൗഹീദാണെന്ത്? ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. അവിടേക്ക് എത്തണം. അതാണ് ലക്ഷ്യം. ത്വരീഖത്ത് ബൈഅത്ത് ചെയ്താൽ ആ ലക്ഷ്യത്തിലേക്ക് പോകാം. ത്വരീഖത്ത് പോയി സൂഫിന്റെ ഷെയ്ഖിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യുമ്പോൾ എന്താ ബൈഅത്ത്? എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിന് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഉസ്താദ് പറഞ്ഞ പോലെ കേൾക്കാൻ തയ്യാറാണ്. എന്തും റെഡി. അതാ ബൈഅത്ത്. ആ ഷെയ്ഖ് ഓരോ ടെസ്റ്റ് ചെയ്യും, ഓ റെഡി ആണോ നോക്കാൻ വേണ്ടി. ആ ടെസ്റ്റാണ് ഓരോ റിയാദകൾ. അപ്പൊ ചിലപ്പോൾ പറയും 1 മാസം ഭക്ഷണം കഴിക്കാൻ പാടില്ല. ആ ഓ റെഡിയാണോ നോക്കിയത്. 1 മാസം മിണ്ടാൻ പാടില്ല, നിസ്കരിക്കണ്ടാറ്. അത് എന്ത് പറഞ്ഞോ കേട്ടോളാ. ഇപ്പൊ റെഡിയാണോ നോക്കുകയാണ്. അതിന് പാസ്സായി വന്നാലേ പിന്നെ ഓന് പ്രമോഷൻ കിട്ടുള്ളൂ. അതാ മൊയ്തീൻ ഷെയ്ഖ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു. മൊയ്തീൻ ഷെയ്ഖ് ഇങ്ങനെ പ്രമോഷൻ കിട്ടി വരുന്ന ആ സമയത്ത് ഭയങ്കരമായ ടെസ്റ്റ് പാസ്സായി വന്ന ആളാണ്. ഷെയ്ഖ് നടന്നിങ്ങനെ പോകുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ വഴിയിൽ കണ്ടു, സലാം ചൊല്ലി വർത്താനൊക്കെ പറഞ്ഞു. ആ നിങ്ങൾ ഇവിടെ കേട്ടോ, ഞാൻ പണ്ട് വരാറില്ല. അവിടെ പോയി അവിടെ നിന്നു. അവിടെ നിൽക്കാൻ പറഞ്ഞല്ലേ. ഷെയ്ഖിന് മനസ്സിലായി ഇന്ന ടെസ്റ്റ് ചെയ്യാണ്. മറ്റാൾ നോക്കിയതാണ് ഇയാളെ പറ്റുമെന്ന്. ആ നിർത്തവിടെ നിന്നു. വൈകുന്നേരമായിട്ട് ആൾ വരുന്നില്ല. രാത്രിയായി, നേരം വെളുത്ത്, ദിവസം മാറി, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, മറ്റാൾ വരുന്നില്ല. ഷെയ്ഖ് അവിടെ നിന്നു. ഉടക്കാൻ പറഞ്ഞല്ലേ. 1 കൊല്ലം കഴിഞ്ഞിട്ട് അതേ ഡേറ്റിന് 1 മിനിറ്റ് അപ്പുറത്ത് ഇയാളുടെ വരുന്നുണ്ട്. എപ്പോൾ പറഞ്ഞാല്. അപ്പൊ അന്ന് പോയത് 12 മണിക്കാണെങ്കിൽ ഒരു 12:01 മുമ്പേട് വരിക. ആ നിങ്ങൾ ഇവിടെ കേന്നില്ലേ, നിർത്തിപ്പോയതല്ലേ. അങ്ങനെ ഭർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ കിട്ടാൻ ഞാൻ വരാറ്. ഞങ്ങൾ പിന്നെയും പോയി. പിന്നെ വരുന്ന അടുത്ത കൊല്ലാണ് ഈ ഡേറ്റിന്. അന്ന് നിർത്തിപ്പോയി. പിന്നെ വന്ന് പിന്നത്തെ കൊല്ലാണ്. 3 കൊല്ലായി മൊയ്തീൻ നിർത്തി നിൽക്കുക അവിടെ. അപ്പൊ മനസ്സിലായി ആള് ഉഷാറാണ്, ടെസ്റ്റ് പാസ്സായി. മുഹീദ്ദീന്മാരുണ്ട്. 1 കാമൽ നിന്നിട്ട് 1 ഖത്തം തീർത്തോവർ, 1 ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. 1 കാലം നിന്ന് 1 ഖത്തം തീർത്തു. അതിന് ഫസ്റ്റ് ടെസ്റ്റ്. ഒറ്റക്കാലം വന്നിട്ട് ഖുർആൻ ഫുള്ള് ഓതണം. അത് സിമ്പിൾ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. ആ നിർത്ത അവിടെ നിന്ന് ഖുർആൻ ഫുള്ളാണ് ഓതി കൊടുത്തു. അപ്പൊ അത് പാസ്സായി. രണ്ടാമത്തെ ടെസ്റ്റാണ് 1 ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഒറ്റ ചൊല്ല്, 1 വാക്ക് മുഖവെക്കെടുത്തുകൊണ്ട് 3 കൊല്ലം കാത്തുനിന്നു. അതാണ് പോലെ റിയാദകൾ. അങ്ങനെ പാസ്സായി വരുന്ന ആളാണ് പിന്നെ ഒറിജിനൽ സൂഫിയായി ഷെയ്ഖായിട്ട് കയറി പോവുക. അങ്ങനെ പോയാൽ പിന്നെ ഞാൻ ആ വ്യത്യാസമില്ല. അപ്പൊ ഈ 3 നിസ്കരിച്ചോ ആ ചോദ്യമില്ല. അതൊക്കെ നാടന്മാർക്കല്ലേ. ഇതിനപ്പുറത്തേക്ക് വിട്ടു, റേഞ്ച് വിട്ടു. ഇതൊക്കെ അതുക്കും മീനാണ്. പിന്നെ നിസ്കാരം നോമ്പൊന്നുമില്ല. ഓൾക്ക് നിസ്കാരം അതേപോലെ രാവും പകലും എല്ലാം ഒരേപോലെ തന്നെയാണ്. ആ വ്യത്യാസമൊന്നുമില്ല. ഓലങ്ങനെ പോകും. അപ്പൊ പിന്നെ അള്ളാന്ന് മാത്രം. ഇതാണ് തൗഹീദിന് ഏറ്റവും ടോപ്പ്. അപ്പൊ പിന്നെ അവിടെ വേറെ പരാതിയില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ഒന്നല്ല അല്ലാ. എന്താ ചെയ്യാനുള്ളത്? അല്ല നമ്മളെ റാത്തീബിൽ റബീലാഖിർ വന്നാല് ജീലാനി റാത്തീബ് ചൊല്ലിയുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ. ജീലാനി റാത്തീബ് അവിടെ കാണാം. വമാ അനാ ഇല്ലാ അൻത, വമാ അനാ ഇല്ലാ അൻത 111 പ്രാവശ്യം ചെല്ലണം. ഇതിലുണ്ടതൊക്കെ ജീലാനി റാത്തീബ് എടുത്താല് അതിൽ കാണാം 111 പ്രാവശ്യം ചെല്ലേണ്ട ദിക്റാണെന്ത്? വമാ അന, ഞാനല്ല, ഇല്ല അൻത, നീ അല്ലാതെയല്ല, ഞാൻ നീ തന്നെയാകുന്നു. 111 വട്ടം ചെല്ലും ജീലാനി റാത്തീബിന്. അതിനാ ഉസ്താദ്മാരെ വിളിച്ചു വന്നിട്ട് പൈസ കൊടുക്കുന്നത്. ഇതാണ് മദ്ഹ്. എന്ത് മദ്ഹ് അത്? ഇത് ചെല്ലല്ലാന്ന് പറഞ്ഞാൽ കണ്ടോ, മൊയ്തീൻ ഷെയ്ഖിന് സ്നേഹമില്ല, റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യാൻ പാടില്ല. അതല്ല പറഞ്ഞത്. ഹു അല്ലാ, ഹു ഹു അല്ലാ, ഹു അല്ലാ, ഹു ഹു അല്ലാ, അവൻ അല്ലാ, അവനവൻ അല്ലാ. അതതിനർത്ഥം. ഹു അല്ലാ, അവൻ അല്ലാ, ഹു ഹു അല്ലാ, അവൻ അവനല്ലാ. ഹാ ഹു ഹി ഹയ്യ്, ഹാ അവൾ അല്ലയാണ്, ഹു അവനും അല്ലയാണ്, ഹും അവരും അല്ലയാണ്, എല്ലാരും അല്ലയാണ്. അവനും അല്ല, അവളും അല്ല, എല്ലാരും അല്ല, അല്ലല്ലാത്ത മറ്റൊന്നുമില്ല. ഇതാ റാത്തീബ്. റാത്തീബ് ഉണ്ടാക്കിയ നിബന്ധന പ്രകാരം നാടന്മാർ ചെല്ലാൻ പാടില്ല എന്നാണ്. ഇത് സാധാരണക്കാർക്കുള്ളതല്ല. നമ്മുടെ നാട്ടിൽ അതിന് പൈസ കിട്ടിയപ്പോൾ അതും ഇവിടെ പാസ്സാക്കിയതുള്ളൂ. സാധാരണക്കാർ ചെല്ലാൻ പാടില്ല. അവിടെ ഈമാൻ തെറ്റിപ്പോകുന്നാണ് ഓതന്നെ പറഞ്ഞത്. ഇവിടെ അർത്ഥം അറിയില്ലല്ലോ. ഈമാൻ തെറ്റാനും ഉണ്ടെങ്കിൽ തെറ്റിപ്പോവുക. ഈമാൻ തെറ്റണമെങ്കിൽ അത് ഈമാൻ വേണ്ടേ.
ശരിക്ക് ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത് വന്ന് അതിന്റെ പ്രത്യേകമായ ഘട്ടം താണ്ടി ഖവാസിലേക്ക് എത്തിയിട്ട് അവൻ ചൊല്ലേണ്ട ദിക്റാണ് റാത്തീബുകൾ, അല്ലാത്തവൻ ചൊല്ലാനുള്ളതല്ല. അതുകൊണ്ട് എല്ലാ ഉസ്താദുമാരും റാത്തീബിന് വരൂല. റാത്തീബിന് സ്പെഷ്യൽ കുറച്ച് ഉസ്താദുമാർ ഓലെ വരുള്ളൂ, മറ്റൊന്നിന് വരും. അത് കുറച്ചും കൂടി തീക്കളിയാണ്, അതിന് പോകാൻ പറ്റില്ല എന്നറിയാം. അതാ റാത്തീബ്. റബീഉൽ ആഖിർ മാസം വന്നാൽ നമ്മളെ മഹലിലൊക്കെ ഉണ്ടാവും. സഹോദരന്മാർ, ഇതാണോ ഇസ്ലാം? ഇങ്ങനെ ഇസ്ലാമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് മുഹീദ്ദീൻ ഷെയ്ഖ് ഈ തൗഹീദ് പഠിപ്പിച്ച ആളാണ്. ഏത്? സൂഫി തൗഹീദ്. ഒരാളോട് ഒരു പരാതി പോലുമില്ല, ഒന്നും പറയാൻ പാടില്ല, പടച്ച റബ്ബിലേക്ക് മാത്രം തിരിയുക എന്ന് പഠിപ്പിച്ച ഷെയ്ഖിന്റെ പേരിലാണ് എഴുതി വെച്ചത്. ഞാനൊരു കാര്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിത്തീരുമെന്ന് ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നു. ഷെയ്ഖ് അത് പറയില്ല. നീ പറഞ്ഞാൽ ഉണ്ടാവൂല. ആ ഷെയ്ഖാണ് അള്ളാഹുവിന്റെ സ്ഥാനം. അല്ലെങ്കിൽ കുത്തുബ്, അല്ലാ കുത്തുബുൽ അഖ്താബ്. അത് നേരത്തെ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു, മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. കാരണം കാലങ്ങൾക്ക് അതീതമായി മാറി, കാലങ്ങൾക്കപ്പുറത്തേക്ക് പോയി. കാലം ദേശമതൊന്നും പിന്നെ ഒരിക്കൽ ബാധകമല്ല, എന്നും എവിടെയും അവരുണ്ടാകും. അത് നബിപ്രകാശത്തിന്റെ പിന്നീട് വന്ന പതിപ്പാണ് എന്നാണ്. നബിപ്രകാശം ആദ്യം ഒളിവായി, അത് പിന്നെ വെളിവായി. ആദ്യം ഒരു ഒളിയായിരുന്നു, പ്രകാശമായിരുന്നു, അത് പിന്നെ വെളിവായി വന്നു. പിന്നെ അവസാനം അത് അമ്പിയാക്കളായി ഇങ്ങനെ വന്നു. അത് തന്നെ മക്കത്ത് അവസാനം വന്നു. മക്കത്ത് അവസാനം വന്ന നബിയും ആ പ്രകാശത്തിന്റെ ഭാഗമാണ്. അത് ഇനിയും വരുന്നതാണ്. അമ്പിയ ഔലിയ ആയി വന്നു. അത് നിലക്കും കാലം ഖിയാമത്തോളം എന്നാണ്. അമ്പിയാക്കൾ ഔലിയാക്കന്മാരൊക്കെ ആ ഒളിയാണ്, പ്രകാശമാണ്. ആ വരവ് എന്ന് നിന്നോ അന്ന് ഖിയാമത്തായി. എല്ലാ കാലത്തും അങ്ങനെ നബിപ്രകാശം ഇവിടെ ഇങ്ങനെ ഓരോരോ വ്യത്യസ്തമായ രീതിയിൽ വരും. അതാ CM മടവൂരായിട്ട് വന്നത്, അതാ കോയപ്പാപ്പായിട്ട് വന്നത്, ഒക്കെ അതിന്റെ ഭാഗമാണ്. ആ വരവ് എന്ന് നിന്നോ അന്ന് ഖിയാമത്ത്. അതുവരെ വന്നുകൊണ്ടേയിരിക്കും എന്നാണ് മൗലിദിന്റെ ആകത്തുക. സഹോദരന്മാരെ, ഇതൊന്നും മദ്ഹല്ല. ഒരു മാസം ഒന്നാകെ ഈ നോണയും പറഞ്ഞ് ഇത് പാടാനും പറയാനും വേണ്ടി മാറ്റിവെക്കാൻ ഒരു വിശ്വാസിക്ക് എങ്ങനെ പറ്റും? തനക്ക് റബീഉൽ മാസം വരുമ്പോൾ ഉസ്താദ് പറയാം, നമുക്ക് ഈ മാസം ഏതായാലും എല്ലാവരും 5 വക്തിനും പള്ളിക്ക് വരണം, നബി എൻച്ച മാസം എന്ന് പറയുകയാണെങ്കിൽ തരക്കിടും ചെയ്തു. ആദ്യം ഉസ്താദ് വരണ്ടേ? അതൊന്നുമല്ല ഇവിടെ സ്നേഹം എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ കുറെ പാട്ടും പെയ്ത്തും, അതിന്റെ പേരിൽ കുറെ ഭക്ഷണങ്ങളും, അതിന് കുറെ കാട്ടിക്കൂട്ടുകളും ഇത് ഷിയാക്കൾ തുടങ്ങി വെച്ചതാണ്. ഇത് ഹിജ്റ 300കളിൽ ഷിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ തീവ്രവാദി ഗ്രൂപ്പായ ഫാത്തിമിയാക്കൾ, ഉബൈദികൾ തുടങ്ങി വെച്ചതാണ്. ഫാത്തിമി എന്ന പേര് പോലെ ആളെ പൊട്ടിസക്കാൻ സ്വീകരിച്ച പേരാണ്. ഉബൈദികളാണ് അവർ. ആൾക്കാരെ പൊട്ടിസക്കാൻ വേണ്ടിയിട്ട പേരാ ഫാത്തിമിയാക്കൾ. ഫാത്തിമ ബീവിക്ക് ചേർത്തിട്ട് പേരിട്ടാൽ എളുപ്പമുണ്ടല്ലോ, ആളുകൾ സ്വീകരിച്ചോളും. ആ ഫാത്തിമിയാക്കളാണ് ഹജറുൽ അസ്വദ് കട്ടുണ്ടായ മനുഷ്യന്മാർ. ഹിജ്റ 300കളിൽ കഅബയിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയി. 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഹജറുൽ അസ്വദ് പോയി തിരിച്ചു പിടിക്കുന്നത്. 20 കൊല്ലം ഹജറുൽ അസ്വദ് ഇല്ലാതെയാണ് കഅബ സ്ഥിതി ചെയ്തത്. ആ മോഷ്ടിച്ച മനുഷ്യന്മാരാണ് നബിദിനാഘോഷം തുടങ്ങിയത്. തിരിച്ചു പിടിച്ചവരിൽ നിന്ന് പിന്നെ തിരിച്ചു പിടിച്ച് കൊണ്ടുവന്ന് വീണ്ടും കഅബയിൽ സ്ഥാപിച്ചു. വീണ്ടും മോഷ്ടിക്കാൻ ശ്രമിച്ചു, അത് സാധിച്ചില്ല. ആ ദേശത്തിന് അവർ ഹജറുൽ അസ്വദിനെ അമ്പെയ്തു. ഹജറുൽ അസ്വദ് പൊട്ടി, കഷ്ണം കഷ്ണമായി. നമുക്ക് എന്ത് ഹജറുൽ അസ്വദ് 7 പീസാ. അന്ന് ഒറ്റക്കല്ലായിരുന്നു. ആ കല്ലിന് ഷിയാക്കൾ അമ്പെയ്ത് പൊട്ടിച്ചു. അങ്ങനെ 7 കഷ്ണമായി ചിന്നിച്ചതറി. അതുകൊണ്ടാ പിന്നെ മുരുക്കി അതിൽ 7 പീസ് പതിച്ചു വെച്ച് അതിന് മേലെ കവറിട്ടത്. പിന്നെ അത്രയും വലിയ ദുൽമ ചെയ്ത മനുഷ്യന്മാർ തുടങ്ങി വെച്ച പണിയാണ് നബിദിനാഘോഷം. അപ്പൊ ഇസ്ലാമിന്റെ സ്നേഹം കൊണ്ടായിരിക്കോ അല്ല ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ആയിരിക്കോ എന്ന് മനസ്സിലാക്കാനോ? അന്ന് അവർ 6 ആഘോഷം തുടങ്ങി. നബിദിന അല്ല ഒരു പ്രധാനമായും ആഘോഷിച്ചത് 1 അലിയുടെ, 2 ഫാത്തിമയുടെ, 3 ഹസനിന്റെ, 4 ഹുസൈനിന്റെ, 5 നബിയുടെ, 6 ഖലീഫത്തുൽ ഹാദിർ അന്നത്തെ ഷിയ നേതാവിന്റെ ജന്മദിനം. ഈ 6 ജന്മദിനമാണ് ഒരു നടപ്പാക്കിയത് ഹിജ്റ 300കളിൽ. അതിന് സർക്കാർ ഫണ്ട് പാസാക്കി, സർക്കാരുകൾ ഫണ്ട് പാസാക്കി. അങ്ങനെയാണ് നബിദിനാഘോഷം ലോകത്ത് വന്നത്. അയാൾ നബിയോ സഹാബിയോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ഷാഫി ഇമാം പോലും ആഘോഷിച്ചതല്ല. അങ്ങനെ ഷിയാക്കൾ നടത്തി 100 കൊല്ലത്തിലേറെ അവർ നടപ്പിൽ വരുത്തത്. പിന്നെ രാജാക്കന്മാർ മാറി മാറി വന്നപ്പോൾ പിന്നീട് വന്നൊരു ഭരണാധികാരി പ്രഖ്യാപിച്ചു, ഇനി അത് ഇവിടെ ഉണ്ടാവില്ല, നിർത്തിയാണ്. എല്ലാം നിർത്തലാക്കി, ഈ ആഘോഷം എല്ലാം നിർത്തലാക്കി. അങ്ങനെ 150 കൊല്ലം പിന്നെ നബിദിനാഘോഷവും ഇല്ല, ഈ പറയപ്പെട്ട 6 ആഘോഷവും ഇല്ല, എല്ലാം ക്യാൻസൽ. ആളുകൾ മറന്നുപോയിനാണ്. 150 കൊല്ലം ഇല്ലാതായപ്പോ പിന്നെ അങ്ങനത്തെ ഓർമ്മ ആർക്കില്ല, അതൊക്കെ പോയി. പിന്നീടാണ് ഹിജ്റ 600കളിൽ മുദഫർ രാജാവ്, അയാൾ സൂഫിയായിരുന്നു,
സൂഫികളെമ്പാടും സ്നേഹിച്ച, സൂഫികൾക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുത്ത, സൂഫി പർണശാലകൾ നാട് മുഴുവൻ സ്ഥാപിച്ച് ഏത് സൂഫിക്കും വരാം, ഇയാളെ വക എല്ലാ സൗകര്യം കൊടുത്തു. ഭക്ഷണം ഫ്രീ, താമസം ഫ്രീ, ചെലവ് ഫ്രീ, പോകുമ്പോൾ സമ്മാനം കിട്ടും. അങ്ങനെ മൊത്തം സൂഫികൾക്ക് വലിയ ഓഫർ കൊടുത്താളാണ് മുലഫർ രാജാവ്. അങ്ങനെ മൂപ്പഴ നാട്ടിലേക്ക് ലോകത്തെല്ലാ ഭാഗത്തും സൂഫികൾ വന്ന് കൂടി. എല്ലാ സ്ഥലത്തും സൂഫികൾക്ക് ഹൈമകൾ കെട്ടിക്കൊടുത്തു. അവിടെ എല്ലാം ഫുഡ് ലഭ്യമാക്കി. അവരെല്ലാം പോകാനുള്ള യാത്രാ ചെലവ് അദ്ദേഹം വഹിക്കും. ഒരിക്കലും സമ്മാനം കൊടുക്കും. അങ്ങനെ സൂഫികളെ കേന്ദ്രമാക്കി തൻ്റെ നാട് മൂസല്ല് പട്ടണത്തിലെ ഇർബൽ എന്ന പ്രദേശത്തെ അയാൾ മാറ്റി. ആ മനുഷ്യരാണ് പിന്നെ ഈ ആഘോഷം രണ്ടാമത് കൊടുത്തത്. ഷിയാക്കൾ തുടങ്ങി വെച്ച് 100 കൊല്ലം ആഘോഷിച്ച് പിന്നെ നിർത്തിവെച്ച് 150 കൊല്ലം ഇല്ലാതായ ആഘോഷത്തെ രണ്ടാമത് കൊണ്ടുവന്നു ഈ മുലഫർ രാജാവ്. മലിക്കുൽ മുലഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന. മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. താഴ്വ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എഴുതി വെച്ചു മവാഹിബുൽ ജരിയയിൽ. അതാണ് പിന്നെ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് കണ്ട് അത് കുറ്റ പോകാതെ നടത്തിപ്പോകുന്നത് സൂഫികൾ. അതിന്റെ ഭാഗമായി പാടുന്ന പാട്ടോ ഈ പാട്ടൊന്നും മുലഫറിന് പോലും പരിചയമല്ല. ഇതൊക്കെ ഇപ്പൊ 100-150 കൊല്ലം മുമ്പ് ഓരോരുത്തർ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് നമ്മെ നശിപ്പിക്കാനായി ഷിയാക്കൾ കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിച്ച കഥകളാണ് ഈ പാട്ടുകൾ മുഴുവൻ. സഹോദരങ്ങളെ, ഇതല്ല നബി സ്നേഹം. നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ സ്നേഹിക്കാനാണോ അല്ലാഹ് പറഞ്ഞത്, റസൂല് പറഞ്ഞത്, അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. സ്വഹാബത്ത് എങ്ങനെയാണോ സ്നേഹിച്ചത്, താബിഈൻ എങ്ങനെയാണോ സ്നേഹിച്ചത്, അങ്ങനെ സ്നേഹിക്കാൻ പറ്റണം. സ്വന്തത്തെക്കാളേറെ, മാതാപിതാക്കളെക്കാളേറെ, മക്കളെക്കാളേറെ, വന്നാസി അജ്മഈൻ, മൊത്തം മനുഷ്യന്മാരെക്കാളേറെ നബി തങ്ങളുടെ കൽപ്പനകൾക്ക് പ്രാമുഖ്യം നൽകലാണ് ഇന്നുള്ളത്. സ്വഹാബിയാള് നബിയുടെ ശരീരത്തെയും തങ്ങളുടെ ശരീരം കൊണ്ട് സംരക്ഷിച്ചു, പ്രതിരോധിച്ചു. നമുക്ക് അതിന് അവസരം ചെന്ന് നബിക്കെതിരെ വിട്ടുവരുമ്പോൾ അവർ ശരീരം കാണിച്ചു കൊടുക്കും തടുക്കാൻ വേണ്ടി. നബി അമ്പെയ്യുമ്പോൾ അവരുടെ പോയി നിൽക്കും. ആ അമ്പ് എൻ്റെ മേത്ത് തറച്ചോട്ടെ, നബി എൻ്റെ മേത്ത് തറക്കാൻ പറ്റൂല. അങ്ങനെ നബിയുടെ ശരീരത്തെപ്പോലും സംരക്ഷിച്ചവരാണ് സ്വഹാബിമാർ. നമുക്കതിന് സാഹചര്യമില്ല. നബിയുടെ കൂടെ ജീവിക്കാൻ പടച്ച റബ്ബ് നമ്മെ തിരഞ്ഞെടുത്തില്ല. ഇന്ന് നമുക്കുള്ളത് നബി തങ്ങളുടെ ദീൻ സംരക്ഷിക്കുക, നബി തങ്ങളുടെ സുന്നത്ത് സംരക്ഷിക്കുക, അത് ജീവിതത്തിൽ പാലിക്കുക, അത് മാതൃകയായി കാണിച്ചു കൊടുക്കുക. അതിനെ ഇവിടെ പരിഹസിക്കുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ മഹത്വത്തെ പറഞ്ഞും ബോധ്യപ്പെടുത്തിയും അതിന്റെ സംരക്ഷകരായി മാറുക. ആ നബി തങ്ങളുടെ ജീവിതത്തെ അതേപടി നമ്മളും കോപ്പി ചെയ്യാൻ പരിശ്രമിക്കുക. അതാ ചെയ്യേണ്ടത്. എല്ലാ സുന്നത്തിനും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. പരമാവധി ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ നബി തങ്ങൾ പഠിപ്പിച്ച ഏതൊക്കെയുണ്ടോ അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായി മാറുക. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, നബിയെ പറ്റിയുള്ള സ്മരണകൾ വർദ്ധിപ്പിക്കുക. അതൊക്കെ അതിന്റെ ഭാഗമാണ്. നബിയെ കാണാൻ ആഗ്രഹിക്കുക, അതിന്റെ ഭാഗമാണ്. നബിയെ കാണാൻ ആഗ്രഹിക്കുക, പരലോകത്തിൽ ചെല്ലുമ്പോൾ റസൂലുള്ളാഹിനെ കാണണം, നബിനെ കൂടെ ഉണ്ടാവണം. ആ ഒരു വല്ലാത്തൊരു ആഗ്രഹം സ്വഹാബിമാർ ആഗ്രഹിച്ചത്. എത്രത്തോളം നബി തങ്ങളുടെ സ്വഹാബി വിഷമിച്ചിരിക്കുമ്പോൾ നബി ചോദിക്കുന്നു, എന്താണ് സൗബാൻ നീ ഇങ്ങനെ വിഷമിച്ച് കാണുന്നു? അതുപോലെ റസൂൽ ഒന്നല്ല ഞാനിങ്ങനെ ഓർത്തത്, നിങ്ങളെ എപ്പോൾ കാണാൻ തോന്നിയാലും ഞാൻ എപ്പോൾ ഓടി വരുന്നുണ്ട്. ഇവിടെ വന്നാൽ മദീനത്തെ പള്ളി വന്നാൽ നിങ്ങളെ കാണും, നിങ്ങളെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോകും. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചത്, മരിച്ചിട്ട് പരലോകത്തെത്തുമ്പോൾ നിങ്ങളൊക്കെ സ്വർഗത്തിൽ വലിയ 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 സ്ഥാനത്തായിരിക്കും. ഞങ്ങളൊക്കെ സ്വർഗത്തേക്ക് എത്തിയാലും നിങ്ങളെ കൂടെ എത്തുന്നല്ലോ, എത്രയോ താഴെയായിരിക്കും. അപ്പം അവിടുന്ന് ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചാൽ ഇപ്പം കാണുന്ന പോലെ അങ്ങനെ എപ്പോഴും കാണാൻ കഴിയുന്ന നബിയെ അത് ഓർത്തിട്ട് വല്ലാത്ത ടെൻഷൻ. ആ ടെൻഷൻ മുഖത്ത് കാണാണ്. നബി ചോദിക്കുക, എന്തു പറ്റിനേക്ക്? നമ്മളുടെ മുഖത്തൊരു വിഷമം കാണുന്നു. നമ്മൾ ചോദിച്ചാൽ എന്താ പറയുക? കുട്ടിക്ക് സുഖമില്ല, പെണ്ണിക്ക് സുഖമില്ല, അല്ലെങ്കിൽ കച്ചവടം കുറച്ച് മോശമാണ്, അവിടെ കുറച്ച് കടണ്ട്, ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാ നമ്മുടെ ടെൻഷന്. സ്വഹാബിയുടെ മുഖത്ത് ടെൻഷൻ കണ്ട് നബി ചോദിക്കുക, എന്തു പറ്റി സൗബാൻ? എന്റെ മുഖത്തിലെ വിഷമം. നബി ഇതാണ് വേദന. അപ്പൊ എന്താ പറഞ്ഞു കൊടുക്കുക? ഒന്നും പറഞ്ഞു കൊടുക്കാതല്ലോ. നബിക്കനും മറുപടി ഒന്നും പറയാനില്ല. നബി ഒന്നും പറഞ്ഞില്ല, മൗനം പാലിച്ചു. പിന്നെ അല്ലാഹ് ആയത്തിറക്കി, അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ അനുസരിക്കുന്നുവെങ്കിൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹും റസൂലും പറഞ്ഞതുപോലെ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അവർ അമ്പിയാക്കളുടെ കൂടെയായിരിക്കും, ശുഹദാക്കളുടെ കൂടെയായിരിക്കും, സിദ്ദീഖീങ്ങളുടെ കൂടെയായിരിക്കും, സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖാ. അവിടെ എത്ര നല്ല കൂട്ടുകാരാണ്. നബി തങ്ങൾ വിളിച്ചു, സൗബാൻ സന്തോഷിച്ചോ, ഇതാ നിന്റെ വിഷമത്തിന് അല്ലാഹ് പരിഹാരം പറഞ്ഞിരിക്കുന്നു. സ്വഹാബികൾ പറയാ, ആ ആയത്ത് കൊണ്ട് സന്തോഷിച്ച പോലെ ഞങ്ങൾ സന്തോഷിച്ചില്ല. അമ്പിയാക്കളൊപ്പം കൂടാം,
ശുഹദാക്കളെ കൂടെ കൂടാം, സ്വാലിഹീങ്ങളെ കൂടെ കൂടാം. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ് അവർ എന്ന് അല്ലാഹു പറഞ്ഞത്. ആ ആഗ്രഹം വേണം. പരലോകത്ത് നബിന്റെ കൂടെ എത്തണം ഒരു ആഗ്രഹം, അമ്പിയാക്കളൊപ്പം ഉണ്ടാകണമെന്ന ആഗ്രഹം, സുദീഖീങ്ങളുടെ ശുഹദാഇന്റെ സ്വാലിഹീങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന ആഗ്രഹം, അവരെ കൂട്ടുകാരായി കിട്ടണമെന്ന ആഗ്രഹം. റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി നബിയുടെ സ്വഹാബിയാണ്. നബിനെ വല്ലാത്ത ഇഷ്ടമാണ്. നബിന്റെ കൂടെ എപ്പോഴും നടക്കും. നബി ഒന്ന് മൂത്രയിക്കാൻ പോകുകയാണെങ്കിൽ വെള്ളവുമായി ഓടി ചെല്ലും. നബി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അപ്പോഴേക്ക് ചെരുപ്പെടുത്ത് റെഡിയാക്കി കൊടുക്കും. ഇങ്ങനെ നബി പറഞ്ഞിട്ടല്ല, പക്ഷെ നബിക്ക് ഹിദ്മ. രാത്രി എല്ലാം കഴിഞ്ഞ് ഇശാസ്കാലം കഴിഞ്ഞ് നബിനോട് യാത്ര പറഞ്ഞ് ഇങ്ങോട്ട് പോകും. നബി വീട്ടിൽ കിടക്കാൻ പോകുമ്പോൾ നബി നാളെ കാണാം എന്ന് പറഞ്ഞ് ഇറങ്ങും. പക്ഷെ അദ്ദേഹം പോകൂല, റബിയ പോകൂല. നബിനോട് യാത്ര പറയും. അദ്ദേഹം പറയും, ഞാൻ ആലോചിക്കും, ഞാൻ ഈ പെരിയിൽ പോയിട്ട് നബിക്ക് രാത്രി വല്ല ആവശ്യം വന്നാൽ ആരപ്പം ചെയ്തു കൊടുക്കേണ്ടാവുക. അപ്പം അത് വേണ്ട, ഞാൻ നബിൻ്റെ വീടിനെ പുറത്തവിടെ ഒരു കാവൽക്കാരനെ പോയിരിക്കും. നബി അറിയില്ല, നബിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയില്ല, പക്ഷേ ഞാൻ അവിടെ ഉണ്ടാകും. എപ്പോഴെങ്കിലും നബി രാത്രി ഒന്ന് മൂത്രയിക്കാൻ, ഒന്ന് നബി ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് സേവനം ചെയ്യാമല്ലോ. അങ്ങനെ നബി സേവിച്ച ആളാണ് റബീഅത്ത് ബിൻ കഅബ്. അപ്പൊ ഈ ഒരു ഇദ്ദേഹത്തിന് ഈ ഇഷ്ടം കണ്ടപ്പോൾ നബി ഒരിക്കൽ പറഞ്ഞു, സല്യാ റബീഅ, റബീഅ എനിക്ക് എന്താ വേണ്ടി ചോദിച്ചോ, എന്താ വേണ്ടി ചോദിച്ചോ. അപ്പൊ നബി ഉദ്ദേശിച്ചത് എന്തെങ്കിലും സാമ്പത്തിക സഹായം, എന്തെങ്കിലും ചെറിയ സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാം എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ റബീഅ പറയാണ്, നബി എനിക്ക് ചെറിയ സമയം തരുവച്ചു. ചോദിച്ചോ നബി പറഞ്ഞാലേ. അപ്പൊ ചോദിച്ചാണ്ട് വെറുതെ ഒരു പോയത്ത് പണം പറഞ്ഞല്ലോ. ഇന്ത്യ സംഘം ചോദിച്ചോട് കിട്ടി, അതിപ്പോൾ കഴിഞ്ഞു. വലിയ ചാൻസ് ഇട്ടിട്ട് അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ. നബി സാവകാശം തരുവച്ചു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, സാവകാശം തരാം, ആലോചിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ നബി വിചാരിച്ചെന്താണ്, വല്ലതൊക്കെ ആലോചിച്ചെന്തെങ്കിലും ആവശ്യം പറയും. ഇദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ചു, എല്ലാ സംഗതി ആലോചിച്ചു, എന്താ ഇപ്പം ചോദിക്കുക, ഞാൻ പലതും ആലോചിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ദുന്യാവിടെ ഏത് കാര്യം ചോദിച്ചാലും അതിപ്പോൾ എന്തായാലും നാളെ അവിടെ കഴിഞ്ഞു പോകും, അവിടെ കാര്യമില്ല. അപ്പം എന്നാ പിന്നെ പരലോകമാണ് നല്ലത്. അങ്ങനെ ഞാൻ വന്നു. നബിയോട് പറഞ്ഞു, നബി എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനാവണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂട്ടുകാരനാവണം. അപ്പം നബി ചോദിച്ചു, അവ ഗൈറദാലിക്, ഇതല്ലാത്തൊന്നും ചോദിക്കാനും ചോദിച്ചു. ഇതല്ലല്ലോ ചോദിക്കാൻ പറഞ്ഞത്. ഇല്ല നബി, എനിക്കിത് മതി. അപ്പം നബി ചോദിച്ചു, ആരാ എന്നോട് പറഞ്ഞത് ഇത് ചോദിക്കാൻ? ആരും പറഞ്ഞല്ല നബി, ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ദുന്യാവിടെ എന്ത് കാര്യം ചോദിച്ചിട്ടും കാര്യമില്ല, അതിപ്പം ആണ് കഴിഞ്ഞു പോകും, പിന്നെന്താ കാര്യമുള്ളത്. അപ്പം എനിക്ക് തോന്നി പരലോകമാണല്ലോ കാലാകാലം ഉണ്ടാവുക, എനിക്ക് അവിടുത്തെ മതി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം നബി പറഞ്ഞു, അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, നീ സുജൂദ് ധാരാളമായി ചെയ്തോ, അഥവാ ധാരാളമായി നിസ്കരിച്ചോ, നിസ്കാരം വർദ്ധിപ്പിച്ചോ, അങ്ങനെ നീ എന്നെ സഹായിക്കുക എന്നാണ് പറഞ്ഞത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ, നബിയെ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളൊപ്പം സ്വർഗത്തിലേക്ക് എത്താൻ, നരകത്തിൽ രക്ഷപ്പെടാൻ നബിയെ നിങ്ങൾ ദുആ ചെയ്യണം നബിയെ എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ നബി പറഞ്ഞു, ഇന്നി ഫാഇലുൻ, ഞാൻ ചെയ്യാം, അഥവാ ദുആ ചെയ്യാം, എന്നെ നരകത്തിൽ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിച്ച് നിങ്ങളെ കൂട്ടുകാരനാക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുവെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ഇതാണ് സ്വഹാബത്തിന്റെ മനസ്സ്. ആ ഒരു ആഗ്രഹം സഹോദരൻ നമുക്കും വേണം. റസൂലുള്ളാഹിനെ കാണണം, റസൂലുള്ളാഹിനെ കൂടെ കൂടണം, നബിയുടെ ചരിത്രം വായിക്കുക, നബിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുക, നബിയുടെ ഹദീസുകൾ പഠിക്കുക. അത് വല്ലാത്തത്. ഹദീസ് പണ്ഡിതന്മാർക്ക് പറയാം, നബിയുടെ കൂടെ ജീവിച്ച പ്രതീതി. ഓരോ ഹദീസുകളെ വായിക്കുമ്പോഴും ഖദ റസൂലുള്ളാഹി പറയുമ്പോൾ നബിയുടെ ഇങ്ങനെ കൂടെ ജീവിക്കുന്ന ആ പ്രതീതി. നമ്മളിപ്പോൾ ആരംഭിച്ച ദാറുൽ ഹദീസ് ഉണ്ട്, നമ്മൾ കുട്ടികളെപ്പോഴും പറയും, ദാറുൽ ഹദീസ് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി. ദാറുൽ ഹദീസ് ഒരു ദിവസം 100 ഹദീസ് പഠിക്കാം, 100 ഹദീസ് ഒരു ദിവസം പഠിക്കാം. അതിങ്ങനെ നബി പറഞ്ഞു, ഈ സ്വഹാബി കേട്ടു, ഈ താബി കേട്ടു, ഈ താബി കേട്ടു, ഈ കിതാബ് ഈ ഇമാം റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നബിൻ്റെ വാക്ക്, നബിയുടെ പ്രവർത്തി ഇങ്ങനെ നേരം വെളുത്ത് വൈകുന്നേരം രാത്രി വരെ ഇതിങ്ങനെ വായിക്കുമ്പോൾ വല്ലാത്തൊരു ഒരു സന്തോഷം, വല്ലാത്ത അനുഭൂതി, നബി തങ്ങളുടെ കൂടെ ജീവിക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ്. അതാണ് ഹദീസിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് മുഹദ്ദിസീങ്ങൾ, ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് സേവ ചെയ്യാൻ ഇറങ്ങിയത്. അങ്ങനെ നബിയെ സ്നേഹിക്കാൻ സഹോദരങ്ങളെ നമുക്കൊന്ന് പരിശ്രമിച്ചൂടെ? നബിയെ 12 കൂടി നിസ്കാരം കൂടി ഇല്ലാതെയാണ് പലപ്പോഴും ജാഥ പോകുന്നത്. നട്ടപ്പാതിരെ വരെ പാട്ടും കൂത്തുമായി മദർസയിൽ കൂടി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും കഴിഞ്ഞ് പോയിട്ട് സുബഹി പോലും നിസ്കരിക്കാതെ കിടന്നുറങ്ങുകയാണ് പല സഹോദരിമാരും പല കുട്ടികളൊക്കെ. എന്തിനത്? നബിയെ സ്നേഹിക്കാൻ. ഇതാണോ സ്നേഹം? നമുക്കൊന്ന് തിരിച്ചാലോചിച്ചൂടെ? എന്താണോ, എങ്ങനെയാണോ എൻ്റെ ഹബീബിനെ ഞാൻ സ്നേഹിക്കേണ്ടത്? ഒന്ന് പഠിക്കണം. ഹബീബിൻ്റെ ചരിത്രം പഠിച്ചാൽ മാത്രം വേറൊന്നുമാണ്. നബി നിങ്ങളെ ചരിത്രം പഠിക്കാം, ഈ കള്ളക്കഥല്ല. ശരിയായ ചരിത്രം രേഖപ്പെടുത്തിയ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്, ഇഷ്ടം പോലെ പ്രസംഗമുണ്ട്. കാലഴിയാതെ എഴുതിയ അഷ്ഫ എന്ന കിതാബുണ്ട്,
അശ്ശിഫാ ബിഹുഖൂഖി ദാരിൽ മുസ്തഫ ബിഹുഖൂഖിൽ മുസ്തഫ അശ്ശിഫാ ബിഹുഖൂഖിൽ മുസ്തഫ എന്ന പേരിൽ ഖാദി ഇയാദ് റഹിമത്തുള്ളാഹിയുടെ കിതാബ് ഇന്നും പണ്ഡിതന്മാർ പറയാണ് ആ കിതാബ് വായിച്ചാൽ നബിന്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്ന വല്ലാത്തൊരു പ്രതീതി, നബിയോട് ഇഷ്ടം കൂടും, നബിയോട് വല്ലാത്തൊരു മഹബത്ത് വർദ്ധിക്കും. ഇപ്പോഴും മദീന പള്ളിയിലെ ഇമാമ കൂടിയായ ഹസൻ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഷിഫ കിതാബ് എടുത്തു കഴിഞ്ഞു യൂട്യൂബിൽ. അദ്ദേഹം പറയുന്നത് അത് വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി, നബിയുടെ ഓരോ കാര്യങ്ങളും, നബിയുടെ ഡ്രസ്സ്, നബിയുടെ ചെരുപ്പ്, നബിയുടെ മുടി, നബിയുടെ എല്ലാ സംഗതികളും. ഇമാം തിർമിദിയുടെ അശ്ശമാഇദുൽ മുഹമ്മദിയ്യ സമാനമായ കിതാബാണ്. അശ്ശമാഇദുൽ മുഹമ്മദിയ്യ. ആ കിതാബ് ഇങ്ങനെ വായിച്ചാൽ നബിയുടെ താടി രോമത്തിന് എത്ര രോമം നരച്ചു എന്ന് അതിൽ പറയുന്നുണ്ട്. നബിയുടെ മൂക്കിന്റെ തലപ്പ് ഇങ്ങനെ കൂർത്തിട്ടാണോ അല്ലേ അതിൽ പറയുന്നുണ്ട്. നബിയുടെ കണ്ണിന്റെ പുലിക ഇവിടെ ഇങ്ങനെ നിന്നിട്ടാണോ അല്ലേ അതിൽ പറയുന്നുണ്ട്. നബിയുടെ കൈയിന്റെ കാലിന്റെ വിരലിന്റെ തുമ്പകൾ ഓരോ വിരൽ എങ്ങനെയായിരുന്നു, അതിന് തുമ്പ് എങ്ങനെയായിരുന്നു അതിൽ പറയുന്നുണ്ട്. ശമാഇദുൽ മുഹമ്മദിയ്യ, നബി തങ്ങളുടെ ശമാഇൽ, ഇതൊക്കെ സഹിയായ ഹദീസ് മാത്രം അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ ക്രോഡീകരിച്ച കിതാബുകളാണ്. അതൊക്കെ ഒന്ന് വായിക്കാൻ പഠിക്കാൻ പരിശ്രമിച്ചാൽ ഈ കപട സ്നേഹവും ഇതിനെ പേരുള്ള കച്ചവടങ്ങളും ഇതിനെ പേരുള്ള തട്ടിപ്പുകളും അതൊന്നുമല്ല സ്നേഹം എന്ന് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ആകെ കടം വീടാളൊരു മാസം മൂലയന്മാർക്ക് റബീ ലെവൽ വേറൊന്നുമല്ല. കടപ്പഞ്ഞ് മൂലമായി കടം വാങ്ങി തുടങ്ങും, റബീ ലെവൽ വീട്ടാന്നറിയാം. അതിന് ചങ്ങായിമാരെ പണിയെടുക്കാൻ പോയ റസൂലിന്റെ പേരിൽ വേണോ ഈ തട്ടിപ്പൊക്കെ? അതുകൊണ്ട് നബിയെ ഒന്ന് മര്യാദക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. എൻ്റെ ഹബീബ് ആരായിരുന്നു? റഹീഖുൽ മഖ്തൂം, ഇന്ത്യക്കാരൻ എഴുതിയ കിതാബാണ്. ഫൈസലാബാദ് കിട്ടിയ കിതാബ് റഹീഖുൽ മഖ്തൂം. നബിതങ്ങളുടെ ചരിത്രത്തെ ശരിയാമണ്ണം അദ്ദേഹം പഠിച്ചു കാണിച്ച കിതാബ്. അതൊക്കെ വായിച്ചു നോക്കിയാൽ അത് അറബിയിലുണ്ട്, അതിന് മലയാള പരിഭാഷ ഉണ്ട്, ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ട്, അതിന് ക്ലാസ്സുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഇതൊക്കെ ഒന്ന് എടുത്ത് കേട്ട് നോക്കിയാൽ തന്നെ അറിയാതെ ആ ഹബീബിനോട് ഇഷ്ടം വർദ്ധിക്കും. അപ്പം രാവിലെ എണീക്കും, സുബഹിക്ക് പള്ളികൾ പോകാൻ കഴിയും, പിന്നെ അവിടെ കിടക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ വസ്ത്രത്തിൽ വേഷത്തിൽ എല്ലാം മാറ്റം വരും. എല്ലാം സ്വഹാബികൾ പറയും, നബി ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നോക്കി നിൽക്കുക, നബി എവിടുന്ന് എടുക്കണ്, എങ്ങനെ എടുക്കണ്. അനുസരിച്ച് പറയും, നബി ഒരിക്കല് ചെരങ്ങ കൊണ്ടുവച്ചപ്പോൾ നബി ഇങ്ങനെ ആവേശപൂർവ്വം തിന്നിട്ട് ചെരങ്ങ. അതേപോലെ അന്ന് മുതൽ എനിക്ക് ചെരങ്ങ വല്ലാത്ത ഇഷ്ടായി. സുബ്ഹാനല്ലാഹ്, കണ്ടോ? നബി ഇങ്ങനെ വല്ല താല്പര്യത്തിൽ ചെരങ്ങ നിന്നപ്പോൾ അത് നബിക്ക് ഇഷ്ടമാണോ എന്നാൽ എനിക്കും ഇഷ്ടം. അന്ന് മുതൽ എനിക്ക് ചെരങ്ങ വല്ലാത്ത ഇഷ്ടമായി മാറി എന്ന് അനുസരിച്ച് പറയാം. അങ്ങനെ സ്വഹാബികൾ സ്നേഹിച്ചത്. അതിപ്പോൾ നമ്മോട് മാതൃകാക്കാൻ പറഞ്ഞ കാര്യമാണോ? അല്ല. എന്നാലും എൻ്റെ ഹബീബ് അങ്ങനെയാണ്, എൻ്റെ ഹബീബിൻ്റെ രീതി അതാണ്, എൻ്റെ ഹബീബിൻ്റെ വേഷം അങ്ങനെയാണ്, എൻ്റെ ഹബീബിൻ്റെ സംസ്കാരം അങ്ങനെയാണ്, എൻ്റെ ഹബീബിൻ്റെ അധ്യാപനം അങ്ങനെയാണ്. അതൊക്കെ പഠിച്ച് അതിങ്ങനെ പാടിക്കുമ്പോൾ ഓന് എന്നും നബിയിലവനാണ്, കൊല്ലം മുഴുവനും അവന് എന്നും നബിയിലവന്, എന്നും വസന്തമാണ്, എന്നും നബിയുടെ കൂടെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി ഹയാന ബഅദ മാ അമാത. എൻ്റെ ഹബീബ് അങ്ങനെ എഴുന്നേറ്റത്, എൻ്റെ ഹബീബ് ഓർക്കുന്ന എഴുത്തപ്പോൾ ചൊല്ലിയിട്ടുണ്ട്. ഞാനും അങ്ങനെയാണ്. ബാത്റൂം കടക്കുമ്പോൾ ഇടത്തെ കാലിച്ചണ്ട് ഇറങ്ങും. എന്താ പറയുക, ഇടത്തെ കാലിക്കണ്? എൻ്റെ ഹബീബ് അങ്ങനെയായിരുന്നു. കഴിഞ്ഞ് പുറത്തേക്ക് പോരുമ്പോൾ വലത്തേ കാല് വെച്ച് പുറത്തേക്ക് പോരും. എന്തൊരു ഒരു സ്പെഷ്യൽ ഇങ്ങനെ, എൻ്റെ ഹബീബ് അങ്ങനെയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാല് വെച്ചാണ് ഇറങ്ങും. പള്ളിയിൽ പോയി കയറുമ്പോൾ വലത്തേ കാല് വെച്ചാണ് കയറും. ഇറങ്ങുമ്പോൾ ഇടത്തെ കാല് വെച്ച് ഇറങ്ങും. എന്താ അതിങ്ങനെ? എൻ്റെ ഹബീബ് അങ്ങനെയാണ്. കുപ്പായം ഇടുമ്പോൾ വലത്തേ കൈ ആദ്യം ഇടും. വസ്ത്രം ധരിക്കുമ്പോൾ, തൊഴിലെടുക്കുമ്പോൾ, പാൻ ഇടുമ്പോൾ വലതുഭാഗം ആദ്യം ധരിക്കും. മുടി വാരുമ്പോൾ പോലും ചീർപ്പ് കീശി നിർത്ത് മുടിന് വാരുമ്പോൾ വലതുഭാഗം ആദ്യം വാരുള്ളൂ. അതെന്തേ അങ്ങനെ? എൻ്റെ ഹബീബ് അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്നേഹിക്കാൻ പഠിച്ചാൽ സഹോദരന്മാരെ, പിന്നെ അതിലും വല്ല സ്നേഹം വേറെന്താ? ഇതൊന്നുമില്ലാതെ ഷിയാക്കൾ ഉണ്ടാക്കിയ ഈ തട്ടിപ്പിൻ്റെ പിന്നാലെ നമ്മൾ പെട്ടുപോകേണ്ട വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് ആഴ്ച നാലാക്കി വല്ല കാര്യലാഭം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാന്നല്ലാതെ അതിൻ്റെ പിന്നെ നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഹബീബിനെ തിരിച്ചറിഞ്ഞ് ആ ഹബീബിന്റെ കൂടെയുള്ള ജീവിതം, ആ ഹബീബിന്റെ സുന്നത്തിന് കൂടെയുള്ള ജീവിതം, ആ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സ്നേഹം അങ്ങ് അവസാനം നാളെ പരലോകത്തും ആ ഹബീബിന്റെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാനുള്ള മഹാഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.